بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن شرح الله صدره للإسلام فهو على نور من ربه، فويل للقاسية قلوبهم من ذكر الله، أولئك في ضلال مبين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: المهاجر من هجر السوء، والمجاهد من جاهد هواه. صدق شفيعنا رسول الله صلى الله عليه وسلم. أصلي صلاة تملأ الأرض والسماء على من له أعلى العلام تبوأوا، أقيم مقاما لم يقم فيه مرسل، وأمست له حجب الجلال توطأ، إلى العرش والكرسي أحمد قد دنا، فنورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെ മഹത്വം നിറഞ്ഞ റജബ് മാസത്തിൽ അത് കഴിഞ്ഞ് അടുത്ത രാത്രിയിലേക്ക് പ്രവേശിച്ച ഈ സമയം 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ വിശുദ്ധ ശഅബാനിലേക്ക് പാദമൂന്നാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇൽമ് കേൾക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ സദുദ്യമം പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
നമുക്ക് ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, ദുആ ചെയ്തു തന്ന സയ്യിദ് അവർകൾ, നമ്മുടെ സാദാത്തുക്കൾക്ക് മുഴുവനും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ മസ്ജിദിൻ്റെയും മറ്റുമൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മഹല്ലിലെ കാരണവന്മാർ, സഹകരിക്കുന്ന സഹായിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ, എല്ലാവരുടെയും ദീനീ ഖിദ്മകൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം തൃപ്തിപ്പെടുന്ന സദസ്സുകളിൽ ഒന്നാണ് ഇൽമ് പറയുന്ന കേൾക്കുന്ന സദസ്സ്. ഇന്നും നാളെയും നമ്മുടെ ഈ പ്രദേശത്ത് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിനു വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ ഖൽബ്, ആ ഖൽബിന് നൽകാവുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം ശരിയായ നിലക്കുള്ള ഇൽമാണ്. ശരിയായ നിലക്കുള്ള അറിവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബിനെ പ്രകാശിപ്പിക്കുന്നത്. ആ അറിവ് കിട്ടുന്നതിനനുസരിച്ച്, ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ച് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാകുന്ന ഖൽബിന് വിശാലതയും വികസനവും സൗന്ദര്യവും എല്ലാം വർദ്ധിക്കുകയാണ്. മനസ്സിന് കൂടുതൽ സൗന്ദര്യം ലഭിക്കുന്നതിന് ആവശ്യമായ അറിവ് നേടിയെടുക്കുക എന്നത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായ വിഷയമാണ്. ഓരോ മുസ്ലിമും വ്യക്തിപരമായി സ്വീകരിക്കേണ്ട അറിവുകളിൽ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഇൽമു തസ്കിയ, അവനവനെ സംസ്കരിക്കുന്ന അറിവ്. ദുസ്വഭാവങ്ങളിൽ നിന്ന്, ദുർവിചാര വികാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ അറിവ്, അത് പഠിച്ചെടുക്കൽ ഓരോരുത്തർക്കും ഫർള് ഐനാണ്. സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾ പഠിച്ചാൽ എല്ലാവരും ആ ബാധ്യതയിൽ നിന്നോ വിഷയത്തിൽ നിന്നോ ഒഴിഞ്ഞു മാറാനൊക്കില്ല. ഓരോരുത്തരും പഠിക്കണം. ഓരോരുത്തർക്കും അല്ലാഹു നൽകിയതല്ലേ അവനവന്റെ ഖൽബ്. ആ ഖൽബിനെ കേടുവരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് മോചനം വേണം. ഏതെല്ലാം കേടുകൾ ഖൽബിന് വരുന്നുണ്ട് എന്ന് നോക്കിയിരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും സൂക്ഷിക്കുന്നതും അനിവാര്യമാണ്. കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പോലെ ഖൽബിനെ പരിപാലിക്കാൻ കഴിയണം. ഒരു കർഷകൻ വിത്ത് പാകിയാൽ അത് മുളപൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ വലുപ്പത്തിനനുസരിച്ച് വേണ്ടതൊക്കെ ചേർക്കുകയും
എന്തെങ്കിലും കായ്ക്കനികൾക്ക് കുറവ് വരുത്തുന്ന രൂപഭാവങ്ങൾ കണ്ടെത്തിയാൽ വേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി കായ്ക്കനികൾ കുറയാതിരിക്കാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. വിളവെടുപ്പ് നടക്കുന്ന സമയത്താണ് അവന് പൂർണ്ണമായും സന്തോഷവാനാവുക. 6 മാസക്കാലത്തെ അധ്വാനം അൽഹംദുലില്ലാഹ് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനും എൻ്റെ അധ്വാനത്തെക്കാൾ അധികം ലാഭം കിട്ടാനും എനിക്ക് അവസരമുണ്ടായി. ഈ ദുനിയാവെന്ന് പറയുന്ന ഈ ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഖൽബിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ കേടുപാടുകളിൽ നിന്ന് നമ്മുടെ ഖൽബിനെ മോചിപ്പിച്ചെടുക്കൽ ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. യജമാനനായ റബ്ബിന്റെ നോട്ടം, അള്ളാഹുവിൻ്റെ തൃപ്തിയും അത് ഖൽബിന്റെ വിശുദ്ധിക്കനുസരിച്ചാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഖൽബിന് എത്രമാത്രം ക്ലിയർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ഒരാളായിട്ട് ഇടപഴകേണ്ടതില്ല. ഒരു 5 മിനിറ്റ് നേരം മതി. വാക്കും പ്രവൃത്തിയും ലെവലാണോ അല്ലേ എന്ന് ഒരു 5 മിനിറ്റ് നേരം കൊണ്ട് മനസ്സിലാകും. ഖൽബ് ശരിയാണോ അല്ലേ? നിസ്കരിക്കുന്ന ഒരാളെ നോക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ മനുഷ്യന്റെ ഖൽബിന് ഭക്തി ഉണ്ടെങ്കിൽ നിസ്കാരം ഇങ്ങനെ ആകൂല. നമ്മളൊക്കെ നിസ്കാരം കാണുമ്പോൾ എന്തു പറയും? നിസ്കരിക്കുന്ന ഒരു സഹാബിയെ നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, ലോ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹുഹു. ആ നിസ്കരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ താടി ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിസ്കാരത്തിൽ. താടി ശരിയാക്കുമ്പോ തങ്ങൾ പറഞ്ഞു, ലോ ഖശഅ ഖൽബു ഹാദാ, ഈ വ്യക്തിയുടെ ഖൽബിന് ഭക്തി ഉണ്ടെങ്കിൽ ലഖശഅത് ജവാരിഹുഹു, അവയവങ്ങളൊക്കെ ഒതുങ്ങി നിൽക്കുമായിരുന്നു, എങ്ങോട്ടും പോകൂല. ഖൽബിന് ഭക്തി ഉണ്ടെങ്കിൽ നോട്ടം തെറ്റൂല, കൈ വെച്ചിടത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകൂല, കാല് എവിടെ വെക്കണമോ അവിടുന്ന് കാല് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കില്ല. എവിടെയാണോ വിരല് വെക്കേണ്ടത് അവിടെ തന്നെ, എവിടേക്കാണോ നോട്ടം പോകേണ്ടത് അവിടേക്ക് തന്നെ, എന്താണോ നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടത് അത് തന്നെ. എല്ലാം ഖൽബുമായുള്ള കണക്ഷനാണ്. ഖൽബ് നേരെ ചൊവ്വയല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വേറൊരു ഭാഗത്തായിരിക്കും, ഖൽബ് വേറൊരു ഭാഗത്തായിരിക്കും. നിസ്കരിച്ച് ലാസ്റ്റ് അത്തഹിയ്യാത്തിലെത്തുമ്പോൾ പിന്നെ ആൾക്ക് സന്ദേഹമായിരിക്കും, ഇതെത്രയാണ്. അത് ഖൽബ് കൂടെ ഇല്ലാത്തത് കൊണ്ട് വരുന്നൊരു കേടാണ്. ഞാൻ നിസ്കരിച്ചത് എത്രയായി? സുജൂദിൽ റുക്കൂയിലെത്തുമ്പോഴൊക്കെ പിന്നെ സന്ദേഹമാണ്, എത്രയായി നിസ്കരിച്ചത്. അതുകൊണ്ട് ആ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അത്തരത്തിലുള്ള നിസ്കാരക്കാരെ പറ്റി അങ്ങനെ പറഞ്ഞത്, തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി തളല്ലു വഖദ് അത്മംതഹാ ഗൈറ ആലിമി തസീദു ഇഹ്തിയാതൻ റക്അതൻ ബഅദ റക്അതി فويلك تدري من تناجيه معرضا وبين يدي من تنحني غير مخبتي. സുഹൃത്തേ, നീ ഒരു നിസ്കാരം നിസ്കരിക്കുന്നു ബിലാ ഖൽബിൻ, മനസ്സിന്റെ ഒരു സാന്നിധ്യവുമില്ലാത്തൊരു നിസ്കാരം. ആ നിസ്കാരം കൊണ്ട് ലഭിക്കുന്നത് യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി, നിസ്കരിക്കുന്ന മനുഷ്യൻ ശിക്ഷയ്ക്ക് വിധേയനായി തീരും.
അവൻ ശിക്ഷ കിട്ടാൻ അർഹനായി തീരും. നിസ്കരിച്ചിട്ടോ ശിക്ഷ? അതെ, നിസ്കരിച്ചിട്ടാണ് ശിക്ഷ. കാരണം എന്താണ്? ആ നിസ്കാരത്തിൽ യാതൊരു മനസാന്നിധ്യവും ഇല്ല. അവന്റെ മനസ്സ് വേറെ എവിടെയോ ആണ്, നിസ്കാരം വേറെ എവിടെയോ ആണ്. എന്നിട്ട് നീ എങ്ങനെയാ നിസ്കരിക്കുന്നത്? യാതൊരു ബോധവും അറിവും ഇല്ലാതെ നിസ്കാരം നീ പൂർത്തിയാക്കുന്നു. മൂന്നോ നാലോ എപ്പോഴും നിനക്ക് സംശയം വരികയാണ്. നീ പഠിച്ചു വെച്ചൊരു മസലയുണ്ട്, അങ്ങനെ സംശയം വരുമ്പോ കുറഞ്ഞത് സ്വീകരിച്ചുകൊണ്ട് പിന്നെയും നിസ്കരിക്കണമെന്ന്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഓരോ റക്അത്ത് നീ അങ്ങനെ കൂടുതലാക്കുന്നു. സത്യത്തിൽ നിനക്ക് നിസ്കാരം 4 5 6 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ നിന്റെ മനസ്സിൽ വന്ന സന്ദേഹം പരിഹരിക്കാൻ അതല്ലേ വഴിയുള്ളൂ. അങ്ങനെയാകുമ്പോ നീ റക്അത്ത് എങ്ങനെ സൂക്ഷ്മത എന്നുള്ള നിലക്ക് കൂട്ടി നിസ്കരിക്കുന്നു. സത്യത്തിൽ ഇത് സൂക്ഷ്മതയല്ല, നിന്റെ അശ്രദ്ധ കൊണ്ട് വരുന്നൊരു കേടാണ്. നിനക്ക് നാശം. നീ അഭിയോഗ സംഭാഷണം നടത്തുന്നു. ആരോടാണ് അഭിയോഗ സംഭാഷണം നടത്തുന്നത് എന്ന് നിനക്കറിയുന്നില്ല. നീ നേർക്ക് നേരെ നിസ്കാരത്തിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷേ സംസാരിക്കുന്നവനുമായി നിന്റെ ഖൽബിന് യാതൊരു ബന്ധവും ഇല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നേരിട്ടല്ലേ നീ പറയുന്നത്? പടച്ച റബ്ബിനോടല്ലേ നീ പറയുന്നത്? റബ്ബിനോടാണ് നീ അത് പറയുന്നത് എന്ന ഒരു ചെറിയ ചിന്തയെങ്കിലും നിന്റെ ഖൽബിലുണ്ടോ? ഫവൈലൂക തജ്രീമൻ തുനാജീഹി മുഅ്രിളാ. അവഗണിച്ച രീതിയിലാണ് നീ സംഭാഷണം നടത്തുന്നത്. വബൈനായ ദൈമൻ തൻഹനി ഗൈറ മുഖ്ബിതി. ഭക്തിയില്ലാതെ ആരുടെയോ ഒരാളെ മുന്നിൽ നീ അങ്ങനെ കുനിഞ്ഞു തീർക്കുന്നു, എഴുന്നേൽക്കുന്നു, കുനിഞ്ഞു തീർക്കുന്നു, നെറ്റി വെക്കുന്നു. അങ്ങനെ ഒരു കണക്കിന് നീ സലാം വീട്ടുന്നു. സുബ്ഹാനല്ലാഹ്, ഹൃദയ സാന്നിധ്യം ഇല്ലാത്ത രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലിനെ സംബന്ധിച്ചാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ വർണ്ണിക്കുന്നത്. മനസാന്നിധ്യം അനിവാര്യമാണ് സഹോദരങ്ങളെ. ഹുളൂറുൽ ഖൽബ്, മനസാന്നിധ്യം ഉണ്ടാകണം. നിസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മനസാന്നിധ്യം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കി എടുക്കുന്നത് ഓരോ മുസ്ലിമിന്റെയും അനിവാര്യമായ വിഷയമാണ്. അപ്പോഴാണ് നിസ്കാരത്തിൽ യഥാർത്ഥത്തിൽ അവന്റെ ശരീരവും അവന്റെ എല്ലാമെല്ലാമായി വലിയൊരു ബന്ധം ഉണ്ടായിത്തീരുന്നത്. ആ ഖൽബിന് വരുന്ന കേടുകൾ മുഴുവനും തീർത്തുകൊണ്ട് ഖൽബിനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകണം. ഖൽബിന്റെ ക്ലിയർ എത്രയാണോ ആ ക്ലിയറിനനുസരിച്ചാണ് യജമാനനായ റബ്ബിന്റെ നോട്ടമുള്ളത്. ബിഖദ്രി തസ്ഫിയത്തിൽ ലിൽ ഖൽബി ഖാലിഖുഹു ഫീഹി തജല്ലാ സഫാ അൽ ഖൽബി ഫലദ്. നിന്റെ ഖൽബിന് എത്രമാത്രം ക്ലിയർ ഉണ്ട് എന്നാണ് അല്ലാഹു നോക്കുന്നത്. അതുകൊണ്ട് സഫാഉൽ ഖൽബ് നീ മുറുകെ പിടിക്കണം. ഖൽബിന്റെ വിശുദ്ധി നീ ഉണ്ടാക്കിയെടുക്കണം. ഖൽബിന് സഹോദരങ്ങളെ ചെറിയ ഒരു ദുസ്വഭാവം പിടികൂടിയാൽ തന്നെ നീണ്ടു നിൽക്കുന്നത് എത്രയും അധികമാണ്. ഇന്ന് ഞാനും നിങ്ങളും പത്രം വായിച്ചില്ലേ? മനുഷ്യന്റെ മനസ്സിന് പിടികൂടുന്ന പകയുടെ ആഴം എത്രയാണ്? എത്രയാണ് പകയുടെ ആഴം? എത്ര വർഷം കഴിഞ്ഞാലും ആ പക പോകുമോ? ഖൽബിനുണ്ടായിത്തീരുന്നൊരു കറയല്ലേ അത്. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ദുസ്വഭാവത്തിന്റെ ചിത്രങ്ങൾ വന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിന്റെ ഡേറ്റ് മറക്കാതെ ഖൽബിലങ്ങനെ കാത്തു സൂക്ഷിച്ച് കറക്റ്റായി വെച്ചിരിക്കുകയാണ്. ആരോടെങ്കിലും പറയുമ്പോ വിചാരിക്കും ഇവർക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് എന്ന്. ഓർമ്മശക്തിയല്ല, അത്തരത്തിലുള്ളതിന് ഭയങ്കര ഓർമ്മയാണ്. എന്നാ പിന്നെ ഇപ്പുറത്ത് 2 ആയത്ത് ചോദിച്ചു നോക്കൂ, തേച്ച് ഓതാൻ കഴിയൂല. ഓർമ്മശക്തി ഉണ്ടോ ഇല്ലേ എന്നതിന്റെ ഉദാഹരണം ആയത്തങ്ങ് ചോദിച്ചാ മതി. പൂർണ്ണാക്കി ഓതാൻ അറിയോ ഇല്ലേ
അറിയൂലേ നോക്കണം. ചിലപ്പത് തെറ്റാതെ ഓതാൻ അറിയൂല. അതേ സമയത്ത് മനസ്സിന്റെ ദുഷ്കരമായ അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ കേടുവരാതെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ്, പക മനുഷ്യന്റെ മനസ്സിലങ്ങോട്ട് പിടികൂടി കഴിഞ്ഞിട്ട് വിട്ടുമാറാത്ത രൂപഭാവം വന്നാൽ എത്രയാണ് സഹോദരങ്ങളെ അതുകൊണ്ടുണ്ടായിത്തീരുന്ന നാശങ്ങൾ. ഉമ്മമാരെ, സഹോദരിമാരെ, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നൊരു പേരുണ്ട്, മനസ്സിന് പിടികൂടുന്ന പോര്, മനസ്സിന് പിടികൂടുന്ന കുഞ്ച്. സാധാരണ നമ്മളെ നാടൻ മലയാളത്തിൽ പറയാറില്ലേ, മറ്റു പല ജില്ലക്കാർക്കും കുഞ്ച് എന്ന് പറഞ്ഞാൽ തിരിയില്ല. നമ്മളെ മലപ്പുറത്ത് പറയാറില്ലേ പോര്, കുഞ്ച് എന്ന്. അതങ്ങനെ തയച്ചു വളർന്നു വന്നാൽ നിസ്കരിക്കുന്ന നിസ്കാരമല്ല, ഓതുന്ന ഓത്തല്ല, ഒരു സുഹൃതങ്ങളും കൽബിലേക്ക് പ്രതിഫലിക്കൂല. കൽബിന്റെ കേടുകളെ മാറ്റി നിർത്തണമോ? ഒരു മുസ്ലിമായ മനുഷ്യനതിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളെ നിയന്ത്രിക്കണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശദമായി പഠിപ്പിക്കുന്നത് കാണാം. 7 അവയവങ്ങളാണ് പ്രധാനമായും കൽബുമായി ടച്ച് ചെയ്ത് കിടക്കുന്നത്. ആ 7 അവയവങ്ങളെയും നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കണം. അപ്പോഴേ കൽബിന് ഏറ്റവും നല്ല വിശുദ്ധി ലഭിക്കുകയുള്ളൂ. കൽബിന് വിശുദ്ധി ഉണ്ടായാൽ ഉണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ കാണാൻ കഴിയും. നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാര് നമ്മുടെ നാട്ടിൽ ധാരാളം ഇല്ലേ സഹോദരങ്ങളെ? നല്ലതിലേക്ക് മാത്രം താല്പര്യമുള്ള എത്രയോ ആളുകളെ കാണാം. അള്ളാഹു അവരെ സൃഷ്ടിച്ച് തന്നെ അതിനാണോ എന്ന് പലരും ചിന്തിക്കും. ആ രൂപത്തിൽ നന്മയുമായി വലിയ പ്രതിബദ്ധതയുള്ള ആളുകളാണ്. അതവരെ കൽബിന്റെ സൗന്ദര്യമാണ്. അതേ സമയത്ത് കൽബ് കേടായി പോയാൽ ചെറിയ കുട്ടി എന്ന് വലിയവർ എന്ന് വ്യത്യാസമില്ലാതെ ദുസ്വഭാവങ്ങൾ ശരീരത്തിലേക്ക് കടന്നുകൂടി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കൽബ് കേട് വന്നാൽ ചെറുത് വലുത് എന്നവിടെ വ്യത്യാസമൊന്നുമില്ല. ദുസ്വഭാവം എല്ലാവരിലേക്കും കടന്നുകൂടും. കൽബ് കേടൊന്നു പോയാല്. അതുകൊണ്ടാണ് ചെറിയ 4 വയസ്സ് 5 വയസ്സായ കുട്ടികൾക്ക് വരെ കണ്ടില്ലേ നിങ്ങൾ ചില സ്ഥലത്തൊക്കെ പോയാൽ 4 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള കുട്ടികൾ വരെ കാണാം. എങ്ങനെയാണ് ആ കുട്ടികൾക്ക് ഇത് ആരാണ് സൗകര്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട വിഷയമാണ്. കുട്ടികൾ കരയുന്നു. എന്തിനാ കരയുന്നു വെച്ചുമ്പോൾ ആ കുട്ടി ഉമ്മാന്റെ മൊബൈലിൽ നിന്ന് നേരത്തെ മൊബൈൽ വാങ്ങിയിട്ടെന്തോ കാണുകയായിരുന്നു. ആ കാണുന്ന ദൃശ്യം ഒന്ന് മാറ്റി, ആരോന്ന് വന്ന് മാറ്റിയിട്ട് തലസ്ഥാനത്ത് മനസ്സിനും ശരീരത്തിനൊക്കെ ദഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ബുർഉദ ഇട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഒരു ചെറുപ്പക്കാരനൊരു കുട്ടി പാടിയതുപോലെ നല്ല മദ്ഹിന്റെ പാട്ടിട്ട് കൊടുത്തു. അതൊന്നും ഈ കുട്ടിക്ക് ദഹിക്കുന്നില്ല. 4 വയസ്സ് 5 വയസ്സ് ഈ കുട്ടിക്കായിട്ടും ഈ കുട്ടിക്ക് അതൊന്നും കൽബിലേക്ക് യേശുന്നില്ല, ദഹിക്കുന്നില്ല. ഈ കുട്ടി വരുന്ന ആൾക്കാർ മുഴുവനും കൊടുക്കുന്ന ദൃശ്യങ്ങൾ മുഴുവനും തട്ടി തെറിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ കുട്ടിയെ സമാധാനിപ്പിക്കാൻ ഒരു മാർഗം എന്ന് കരുതി ആര് എത്ര ഉപദേശിച്ചും ഈ കുട്ടി നേരെ ചൊവ്വാകുന്നില്ല. ബാപ്പ വന്ന് പറഞ്ഞു നോക്കി, വല്യപ്പ വന്ന് പറഞ്ഞു നോക്കി, പലരും വന്ന് പറഞ്ഞു നോക്കി. ഈ കുട്ടി ഒച്ചപ്പാടുണ്ടാക്കി കിട്ടുന്നത് മുഴുവനും വലിച്ചെറിഞ്ഞ് എല്ലാം നശിപ്പിച്ച് 4 വയസ്സാകുന്ന കുട്ടി 5 വയസ്സാകുന്ന കുട്ടിയാകുമ്പോ അങ്ങനെ അങ്ങോട്ട് അടിക്കാനും ശിക്ഷിക്കാനും കഴിയില്ലല്ലോ. അപ്പൊ കൂട്ടത്തില് ആ കുട്ടിയുടെ ഒരു 2-3 വയസ്സ് മേലെയുള്ള ഒരു പെങ്ങള്, ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് അതേ മൊബൈൽ വാങ്ങിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ദൃശ്യം അങ്ങോട്ട് മാറ്റിക്കൊടുത്തു. സഹോദരിമാരിൽ അവിടെ ശരിക്ക് കേൾക്കണം. ഒരു ദൃശ്യം മാറ്റിക്കൊടുത്തപ്പോ ഈ കുട്ടിയുടെ കരച്ചിൽ എത്ര പെട്ടെന്നാ നിന്നുപോയിന്നറിയോ? ഇത്രയും നേരം കരഞ്ഞിട്ട് വിഭ്രാന്തി കാണിച്ച കുട്ടി ഇപ്പൊ ചിരിക്കുക. ഇപ്പൊ ആ കുട്ടിക്ക് ഒരു കേടുമില്ല, ഒരു പ്രശ്നവുമില്ല. ആ കുട്ടിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ശബ്ദം നിർത്തി
ആ കുട്ടി ആക്രമിക്കുന്നത് നിർത്തി, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നത് നിർത്തി, ചീത്ത പറയുന്നത് നിർത്തി, ഒക്കെ നിർത്തി. കുട്ടി അങ്ങോട്ട് പറ്റ ഡൗണായി. എത്ര നല്ല സ്വഭാവത്തിലായി ഇപ്പൊ കുട്ടി. ആ ഇട്ട് കൊടുത്ത ദൃശ്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? സുബ്ഹാനമൻ ജല്ല ജലാലുഹു, ചെറിയ പെൺകുട്ടി വന്നുകൊണ്ട് മാറ്റിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിക്കൊടുത്ത ദൃശ്യം എന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. തനിച്ച സെക്സാണ് സഹോദരങ്ങളെ കുട്ടി അങ്ങ് മാറ്റിക്കൊടുത്തത്. ഉമ്മമാര് നന്നായി ശ്രദ്ധിക്കണം, ഉപ്പമാര് നന്നായി ശ്രദ്ധിക്കണം. റേഡിയേഷൻ വകുപ്പിലൂടെ ഒരു ക്യാൻസർ കയറുന്നത് മാത്രമല്ല, ഏറ്റവും നല്ല ഹൃദയം, ഏറ്റവും നല്ല അവയവമായ ഖൽബ് ദുഷിച്ചു പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഈ വാദ്യോപകരണങ്ങൾ, വിനോദോപകരണങ്ങൾ, സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗങ്ങൾ. ഉമ്മമാര് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സൗന്ദര്യത്തിന് വേണ്ടി വെച്ചു കൊടുക്കുമ്പോ ഹലാലായതും സുന്നത്തായതും മാത്രമേ കേൾപ്പിക്കാവൂ, അതേ കാണിച്ചു കൊടുക്കാവൂ. ഹറാമായ വല്ല രംഗങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഒന്നും ഇല്ലാത്തവരെ ഖൽബില് അത് സ്ഥാനം പിടിച്ചു പോയാൽ പിന്നെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ്. ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞില്ലേ, കുട്ടിയുടെ ഖൽബ് ഏറ്റവും നല്ല ഖൽബാണ്, ഒന്നും പതിയാത്ത ഖൽബാണ് കുട്ടിയുടെ ഖൽബ്. ഒന്നും പതിയാത്ത ഒരു സ്ഥലത്ത് നിങ്ങളൊരു ചിത്രം വരച്ചു നോക്കൂ, അതെത്ര ക്ലിക്കാകും, എത്ര സൗന്ദര്യം ഉണ്ടാകും ആ ചിത്രത്തിന്. വരച്ച സ്ഥലത്ത് തന്നെ മറ്റൊരു ചിത്രം വരച്ചു നോക്കൂ, അത്ര ക്ലിയർ ഉണ്ടാകൂല. അതേ സമയത്ത് ഒന്നും ഇല്ലാത്ത നല്ല മനസ്സിലേക്ക് ആദ്യമായി ചെല്ലുന്ന ചിത്രം, ആദ്യമായി കടന്നെത്തുന്ന ചിത്രം ഈ രൂപത്തിലുള്ള സെക്സായി മാറിയാൽ ഉമ്മമാരെ പിന്നവിടെ മദ്ഹിന് സ്ഥാനം കിട്ടൂല. പിന്നൊരൊറ്റ കുട്ടിയുടെ മദ്ഹിന്റെ ബേത്തും ആ കുട്ടി കേൾക്കൂല, പിന്നൊരു വഅദ് ഫലിക്കൂല. ലോകത്തെ ഏറ്റവും കേൾക്കാൻ സൗന്ദര്യമുള്ള ശബ്ദം അതൊന്നുമല്ലല്ലോ, ഖുർആനിന്റെ ശബ്ദമല്ലേ? അതുപോലും ആ കുട്ടിയുടെ ഖൽബിലേക്ക് യേശൂല. കാരണം തുടക്കത്തിൽ സ്ഥാനം പിടിച്ചത് എന്താണെന്നറിയോ? ഈ തനിച്ച ഹറാമായ രൂപമാണ്. ആ 7 വയസ്സായ പെൺകുട്ടി പോയി ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോ പെട്ടെന്ന് ഷഡൻ ബ്രേക്ക് ഇട്ടതുപോലെ പെട്ടെന്ന് കരച്ചിൽ നിർത്തിയിട്ട്, അക്രമവാസനകളൊക്കെ നിർത്തിയിട്ട്, അരുതായ്മയുടെ സംസാരങ്ങളൊക്കെ നിർത്തിയിട്ട് നല്ല അനുസരണശീലമുള്ള കുഞ്ഞായി 4 വയസ്സുകാരൻ മാറിയത് സുബ്ഹാനമൻ ജല്ല ജലാലുഹു കാണുന്ന ദൃശ്യം അനുവദനീയമായത് കൊണ്ടാണോ? അല്ല. ഏറ്റവും നശിച്ച രൂപത്തില് മനസ്സിന്റെ സൗന്ദര്യം കെടുത്തിക്കളയുന്ന ചിത്രം അങ്ങ് കിട്ടിയപ്പോ എല്ലാ അക്രമവാസനകളും നിർത്തിപ്പോയി. ആ കുട്ടിയുടെ മനസ്സിലേക്ക് സൗന്ദര്യമേറിയത് അതാണ്. വേറെ എന്ത് ഒച്ചപ്പാടും ആ കുട്ടി സ്വീകരിക്കുന്നില്ല. സുന്നത്തായതല്ലേ നേരത്തെ വെച്ചു കൊടുത്തതൊക്കെ, ഏറ്റവും കേൾക്കാൻ മനസ്സിന് ഏറ്റവും സന്തോഷമുള്ളതല്ലേ വെച്ചു കൊടുത്തത്. അതൊന്നും അങ്ങ് മനസ്സിൽ തറുവാകാതിരുന്നതെന്തേ? എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഇന്നിന്റെ പ്രശ്നം ഇതാണ്. ഇതിൽ ആഗവത്തോടെ കാണുന്നു ഉമ്മമാരും ഉപ്പമാരും, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ ഉപ്പമാരും ഉമ്മമാരും ഇതിൽ ആഗവത്തോടെ കാണുന്നു. എന്തേ അവര് കുട്ടികളെ വിലക്കാത്തത്? ഒരു പക്ഷേ അതിന് ഇങ്ങനെയൊന്ന് പറയാം, ബാപ്പമാരും ഉമ്മമാരും അതിന്റെ അഡിക്റ്റാണ്, പിന്നെങ്ങനെ കുട്ടികളെ വിലക്കുന്നത് ഉസ്താദേ? ഒരു പക്ഷേ ചിലരങ്ങനെയാ മറുപടി പറഞ്ഞത്. ബാപ്പയും ഉമ്മയും തന്നെ അത് കണ്ടിട്ട് 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 സമയം തീർക്കുന്നവരാണ്. അപ്പൊ അവര് കാണുന്നത് തന്നെ കുട്ടികൾക്കും കാണണമെന്ന് വാശി ഉണ്ടാകൂലേ? അപ്പൊ കുട്ടികളും അത്തരത്തിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ആ മറുപടി ഒരു കണക്കിന് ശരിയാണ്. പക്ഷേ നമ്മൾ അത്തരത്തിൽ വാസനയുള്ളവരാണോ? പിന്നെ നമ്മുടെ കുട്ടികളെ മാത്രം ഉപദേശിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. ഒരു നിലക്കും അത്തരത്തിലുള്ള കാര്യത്തിന് അർത്ഥമില്ലല്ലോ. അനാവശ്യമായ
മലിനമായ രൂപഭാവങ്ങൾ അവരെ മനസ്സിലേക്ക് സൗന്ദര്യപ്പെടുത്തി കൊടുത്താൽ പിന്നെ അവരതിൽ നിന്ന് വിട്ടു നിർത്താനോ മാറ്റി നിർത്താനോ ഒരിക്കലും കഴിയില്ല. ഖൽബ് മുഴുവനും ദുഷിച്ചു പോകും, കേടായി പോകും. ചെറുപ്പത്തിൽ തന്നെ ഖൽബിന് മാലിന്യം നിറഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള മലിനമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ ആ സ്ഫുടമായ ഖൽബ്, ഒരു കേടും വരുത്താത്ത രീതിയിലുള്ള ഖൽബ് നല്ല രൂപത്തിൽ പാകപ്പെടുത്തി വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. നല്ല രൂപത്തിൽ ശിക്ഷണം കൊടുത്ത് വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. അതിനാണ് സഹോദരങ്ങളെ നമ്മളവരെ ശീലമാക്കേണ്ടതും പരിശീലിപ്പിക്കേണ്ടതും. അതിനാണ് നമ്മളവർക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുക്കേണ്ടതും. ബാപ്പയും ഉമ്മയും കേൾക്കേണ്ടത് എന്താണ്? വഅദ് കേൾക്കണം, ക്ലാസ് കേൾക്കണം, ഖുർആൻ കേൾക്കണം, ബുർദ കേൾക്കണം, മദ്ഹ് കേൾക്കണം. കേൾക്കാൻ പാടില്ലാത്ത പലതും ഉണ്ടാകും അതിലേക്ക്. പക്ഷേ നമ്മളെ പെട്ടെന്നതിലേക്ക് തിരിയാനോ നമ്മളെ മനസ്സതിലേക്ക് പോകാനോ മോഹം ഉണ്ടാകാനോ പാടില്ലാത്ത രൂപത്തിൽ നിയന്ത്രിക്കണം. അപ്പൊ ചിലര് പറയും, ഉസ്താദേ ഈ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം? ഈ കാലഘട്ടത്തിൽ അതൊക്കെ മുന്നോട്ട് പോകുമ്പോഴേ ജീവിതം കുറച്ചങ്ങോട്ട് കഴിയുമ്പോ അവരുദ്ദേശിച്ചതിന് കാശ് കൊടുക്കാനില്ലാതെ വന്നാൽ തന്നെ ഒരു പക്ഷേ നമ്മുടെ ജീവിതം അവസാനിച്ചു പോകും. നെറ്റിന് ചാർജ് കൂട്ടാൻ ചാർജ് കൊടുക്കാത്തതിന്റെ പേരിലല്ലേ ഇപ്പൊ അടുത്തൊരു പെൺകുട്ടി ഉമ്മാനെ വെട്ടി റെഡിയാക്കിയത്. വിളിക്കാനുള്ള ഫോണിന് ചാർജ് കയറ്റാൻ പൈസ കൊടുക്കാത്തതുകൊണ്ടല്ല, നെറ്റ് ഉപയോഗിക്കാൻ ഏറെ കാശ് വേണം. അതിന് കാശ് തരാത്തോണ്ടാണ് വളർത്തി വലുതാക്കി പോറ്റി സ്കൂളിലും മദ്രസും പഠിപ്പിച്ച, സ്കൂളിലും മറ്റൊക്കെ പഠിപ്പിച്ച ഉമ്മാനെ, സ്വന്തം ഉമ്മാനെ വെട്ടി റെഡിയാക്കിയത്. കാരണം അത്രയും ആ വിഷയത്തിൽ അത്രയും ട്രെൻഡായി അഡിക്റ്റായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണോ നമ്മളെ കുട്ടികളും? നമ്മളവരെ വളർത്തുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. വളർത്തുന്നു, വലുതാക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പഠിക്കാനും മറ്റൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു. ഭാവിയിലുള്ള ഉപകാരങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്, ആഖിറത്തിലുള്ളത് തീരെയും പ്രതീക്ഷിക്കരുത്. ആഖിറത്തിന് മുഴുവനും നമുക്ക് അവർ പ്രതികൂലമായിരിക്കും, അനുകൂലമായിട്ടൊന്നും ഉണ്ടാകൂല. എന്താ മോനെ നീ ഇങ്ങനെ ആകാൻ കാരണം? അതൊന്നുമില്ല, അതാ നല്ല രൂപത്തിലും ഭാവത്തിലൊക്കെ നടക്കണ ബാപ്പനെ കണ്ടില്ലേ, ബാപ്പയാണ് അതിന്റെ കാരണക്കാരൻ. ഉമ്മാനെ കണ്ടില്ലേ, ഉമ്മേതിന്റെ കാരണക്കാരൻ. ഇപ്പൊ ഒരു പണിക്കൊക്കെ പോകും, ജോലിയൊക്കെ എടുക്കും, വൈകുന്നേരം ആകുമ്പോഴത്തിന് 800-1000 റുപ്യന്റെ ജോലിയൊക്കെ ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആള് സ്വഭാവവും പെരുമാറ്റവും സംസ്കാരമൊക്കെ മോശമാണ്. എന്റെ ബാപ്പന്നെ ആ രൂപത്തിലാണ്, ഉമ്മയും ആ രൂപത്തിലാണ്, പിന്നെ ഞാൻ അങ്ങനെ അല്ലാതിരിക്കും. കുട്ടി പറയും, കോടിക്കണക്കിന് ആൾക്കാരെ മുന്നിൽ വെച്ച് നമ്മളെ പറ്റി പറയും മക്കള്. നമ്മളെ ഖൽബ് ആദ്യം നന്നാക്കണം. ഖൽബ് നന്നാക്കാൻ ദുഷിച്ച അവസ്ഥകളിൽ നിന്ന് മാറണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചില്ലേ, വൽ മുഹാജിറു മൻ ഹജറ സൂ. യഥാർത്ഥ മുഹാജിർ ആരാണ്? നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ഹിജ്റ പോകുന്ന ആളുകൾക്കാണ് മുഹാജിർ എന്ന് പേര് പ്രസിദ്ധി ആർജിച്ചത് ഖുർആനിലും ഹദീസിലൊക്കെ. അതേ രൂപത്തിൽ ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് വിശുദ്ധ ദീനിന്റെ പ്രചരണാർത്ഥം നിലനിൽപ്പാർത്ഥം പോകുന്നവർ യഥാർത്ഥ മുഹാജിർ മൻ ഹജറ സൂ. തിന്മയെ വെടിയുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. തിന്മയെ സ്വീകരിക്കുന്നവനല്ല, തിന്മയെ വെടിയുന്നവൻ, തിന്മയെ ബഹിഷ്കരിക്കുന്നവൻ. തിന്മയാണോ ദീനിന്റെ നിയമപ്രകാരം അത് തിന്മയാണോ, തെറ്റാണോ അത് ഒഴിവാക്കണം, അത് ഒഴിവാക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. എനിക്കത് വേണ്ട, ദീൻപരമായിട്ടത് ഹറാമാണ്, വിശുദ്ധ ദീൻ അത് വിലക്കിയതാണ്, ഞാനത് സ്വീകരിക്കേണ്ട ആളല്ല, ഞാനത് ഉപേക്ഷിക്കേണ്ട ആളാണ്, ഞാനത് വർജിക്കേണ്ട ആളാണ്. ആ തരത്തിൽ ഒഴിവാക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. സഹോദരങ്ങളെ,
പെങ്ങളെ, നമ്മുടെ ആളുകൾക്ക് അതിന് മനസ്സ് വേണ്ടേ? എവിടെയെങ്കിലും ഒരു കൊട്ടിക്കലാശം കേട്ടാല്, ഒരു അർദ്ധനഗ്നയായ പെൺകുട്ടി വരുന്നു എന്ന് കണ്ടാല്, ഒരു സിനിമാ നടി വരുന്നു എന്ന് കണ്ടാല്, സുബ്ഹാനല്ലാഹ്, മുസ്ലിം സഹോദരി സഹോദരന്മാരുടെ സാന്നിധ്യം എത്ര അധികമാണ്, എത്ര അധികമാണ്. നിങ്ങളൊന്ന് പോയി നോക്കൂ, എത്ര ആളുകളാണ് അവിടെ തപസ്സിരിക്കാൻ. അതേ ഒരു ഗാനമേള നടക്കുന്നിടത്ത്, അതേ രൂപത്തിലുള്ള കൊട്ടിക്കലാശം നടക്കുന്നിടത്ത് അവിടെ പോയി തപസ്സിരിക്കാനും സമയം കളയാനും എത്ര ആളുകളാണ് സജീവമായിട്ടുള്ളത്. എന്തേ അങ്ങനെ ഒരു മനസ്സ് വരാനുള്ള കാരണം? ഇസ്ലാമിന്റെ നിയമത്തെ പുച്ഛ മനോഭാവത്തോടെ കാണുന്നത് കൊണ്ടാണ്. പഴയ കാലത്തും അത്തരത്തിലുള്ള സ്വഭാവക്കാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾ, നന്മ നിറഞ്ഞ ആളുകൾ അങ്ങോട്ട് അടുക്കാറില്ല, ഒന്ന് കേൾക്കാൻ പോലും നിന്ന് കൊടുക്കാറില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, കൂഫ നഗരത്തിൽ അറിയപ്പെട്ട പാട്ടുകാരനാണ് സാദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. നല്ല ശബ്ദത്തിൽ പാട്ടുപാടുന്ന ആളാണ്. സാദാൻ എവിടെയെങ്കിലും പാടാൻ വരുന്നു എന്ന് പറയുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞുകൂടും. അത്രയും നല്ല വാസനയുള്ള, കലാവാസനയുള്ള ചെറുപ്പക്കാരനാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കൂഫയിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോ ഒരു വീടിന്റെ ഉള്ളിലുണ്ട് സാദാൻ പാട്ട് പാടുന്നത്. സാദാൻ ആർക്ക് വേണ്ടിയാ പാട്ട് പാടുന്നത് എന്നറിയുമോ? മതോന്മത്തരായ ആളുകൾക്ക് വേണ്ടിയാണ് പാട്ട് പാടുന്നത്. മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുന്ന ആളുകളെ സുഖിപ്പിക്കുന്നതിന് സാദാൻ പാട്ട് പാടുന്നു. അപ്പുറത്ത് ചില ആളുകൾ അങ്ങനെ ചെണ്ടയിലും മറ്റുമൊക്കെ മുട്ടി റെഡിയാക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പുറത്ത് കുറച്ചു നേരം നിന്നിട്ടൊന്ന് ഉള്ളിലേക്ക് നോക്കി. പുറത്ത് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, സാദാനല്ലേ പാടുന്നത്? സാദാനാണ്. നല്ല ശബ്ദമുള്ള ചെറുപ്പക്കാരനാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഹ്സന ഹാദ സൗത്ത്, എന്തൊരു നല്ല ഭംഗിയുള്ള ശബ്ദമാണ്. ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സൻ, ഈ പാട്ട് പാടിയിട്ട് മദ്യപാനികളെ സുഖിപ്പിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടാണ് ആ ശബ്ദത്തിന് സൗന്ദര്യം നൽകുന്നതെങ്കിൽ കാന അഹ്സന, ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഭംഗിയുള്ള ശബ്ദമായി മാറുമായിരുന്നു. ആ പാട്ട് പാടുന്ന ശബ്ദം കൊണ്ടൊന്ന് ഖുർആൻ ഓതിയാൽ എന്തൊരു സൗന്ദര്യമുണ്ടാകും, കേൾക്കാൻ തന്നെ എന്തൊരു സുഖമുണ്ടാകും. ഇതും പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങ് പോയി. ആ പോകുന്ന പോക്കില് സാദാൻ പുറത്തേക്ക് നോക്കുമ്പോ കണ്ടു, ആരോ ഒരാള് പുറത്തു വന്ന് നോക്കിയിട്ട് എന്തോ പറഞ്ഞു പോയല്ലോ. സാദാൻ പാട്ട് നിർത്തി വെച്ച് പുറത്തു വന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, ജനങ്ങളെ, ഇവിടെ ആരോ വാഹനത്തിൽ വന്ന് നിൽക്കുന്നത് കണ്ടല്ലോ. ആരാണ് ആ വാഹനത്തിൽ വന്ന് നിന്നത്? വാഹനത്തിൽ വന്ന് നിന്നത് ആരും അല്ല, സ്വാഹിബുൻ നഅലൈൻ, സ്വാഹിബുസ് സിവാകി വൽ വിസാദ, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമാണ്. അവിടുത്തെ ചെരുപ്പെടുത്തിട്ട് പല രൂപത്തിലും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന മഹാനാണ്. ഏതെങ്കിലും തോട്ടത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കയറിയാൽ തിരിച്ചു വരുന്നത് വരെ ചെരുപ്പും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സ്വഹാബിയാണ്. പലപ്പോഴും മിസ്വാക്കും അവിടത്തേക്ക് ചാരിയിരിക്കാനുള്ള തലയിണയും കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ കൊണ്ട് നടക്കുന്ന സ്വഹാബിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ആ വാഹനപ്പുറത്ത് വന്നിരുന്നത്. എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു സാദാൻ. അതേ പറഞ്ഞു, നിങ്ങളെ ശബ്ദത്തെ പറ്റി പറഞ്ഞു. മാ അഹ്സന ഹാദ സൗത്ത്, എന്തൊരു നല്ല ശബ്ദമാണ്. ഖുർആൻ കൊണ്ട് ഈ ശബ്ദത്തിന് സൗന്ദര്യം നൽകിയിരുന്നുവെങ്കിൽ നല്ല ഭംഗിയുള്ള ശബ്ദമാകുമായിരുന്നു. സാധാരണ ചെറുപ്പക്കാരൻ ആ നേരം ചിന്തിച്ചു, പടച്ചോനെ അങ്ങനെ പറഞ്ഞു, എന്റെ ശബ്ദത്തെ പറ്റി അങ്ങനെ പറഞ്ഞു. അതും ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്റെ കാലശേഷം നിങ്ങൾ 6 ആളുകളിൽ നിന്ന് ഖുർആൻ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് എണ്ണി പറഞ്ഞ സ്വഹാബിമാരിൽ ഒരു മഹാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരു സാധാരണ സ്വഹാബിയല്ല. 6 പേര് എടുത്തു പറഞ്ഞു എവിടുന്ന്? ആ 6 ആളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ഒത്തു പഠിക്കണം. അതിൽ ഒരു സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സാധാരണ ഒരു സ്വഹാബിയല്ല.
ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു. സാദാന്റെ കയ്യില് മേടാൻ ഉപയോഗിക്കുന്ന, മുട്ടാൻ ഉപയോഗിക്കുന്ന വടിയുണ്ട്. ആ വടി മുട്ടിങ്കാലും മേലേക്ക് വെച്ച് അതിന്റെ നടുഭാഗം അങ്ങ് ഒടിച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് സാധാരണ ഒരൊറ്റ ഓട്ടം ഓടുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയ വഴിക്ക് എനിക്ക് മഹാനവറുകളോടൊപ്പം കൂടണം, ഖുർആനോത്ത് പഠിക്കണം. ഇന്നു മുതൽ എന്റെ ശബ്ദം കൊണ്ട് പാട്ടുപാടുന്നത് നിർത്തിയിട്ട് പിന്നീട് ഖുർആനാ. ഏറ്റവും നല്ല കവി ഒരൊറ്റത്തവണ പാട്ടുപാടാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ആയിരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതനായ ശബ്ദത്തിന്റെ ഏറ്റവും നല്ല ഉടമ ഈ ചെറുപ്പകാലത്ത് തന്നെ മദ്യപാനികളെ പാട്ടുപാടി സുഖിപ്പിക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്, നല്ലൊരു ശബ്ദം ഖുർആൻ കൊണ്ട് ശബ്ദത്തിന് സൗന്ദര്യം നൽകിയിരുന്നുവെങ്കിൽ എന്തൊരു സുഖമാണ്. സാദാൻ തന്റെ പാട്ടുപാടാൻ കൊട്ടാൻ ഉപയോഗിക്കുന്ന മുട്ടുവടികളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. പിന്നാലെ പോയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമോ എന്ന് ജനങ്ങൾ നോക്കുന്നു. ജനങ്ങളും പിന്നാലെ ഓടിപ്പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്നിറങ്ങിയിട്ട് ഓടി വരുന്ന സാധാരണ കൈ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചു. പിന്നെ മഹാനവറുകളുടെ ശിഷ്യനായി മാറുന്നു. പിന്നെ ആ ശബ്ദം കൊണ്ട് സൗന്ദര്യം നൽകുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനാണ്. പാട്ടുപാടാൻ പിന്നെ ആ ശബ്ദം ഉപയോഗിക്കുന്നില്ല. എന്തൊരു സൗന്ദര്യമാണെന്നറിയുമോ സഹോദരങ്ങളെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആനോത്ത് നന്നായി പഠിപ്പിച്ചപ്പോ സാദാന്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷമായി. പിന്നീട് പാട്ടുപാടേണ്ടി വന്നിട്ടില്ല, പാട്ടുപാടാൻ പോകേണ്ടിയും വന്നിട്ടില്ല. കാരണം വിശുദ്ധ ഖുർആൻ അങ്ങ് ഓത്തു തുടങ്ങിയപ്പോ മനസ്സിന് ഖുർആൻ നന്നായി ഇഷ്ടപ്പെട്ടു. ഓതാൻ ഏറ്റവും നല്ല സൗണ്ട്, ഏറ്റവും നല്ല ഭംഗിയുള്ള ഖുർആനിനെ പോലെ ഭംഗിയുള്ള മറ്റൊന്ന് ലോകത്തില്ലല്ലോ. ഖുർആനുമായി മഹാനവറുകൾ തപസ്സിരുന്നു. പിന്നീട് ഖുർആനോത്ത് തന്നെയാണ് ജീവിതകാലം മുഴുക്കയും കഴിച്ചു കൂട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പരിശീലിപ്പിക്കുന്നത് ഏത് രൂപത്തിലാണോ മനസ്സ് അതിലേക്ക് പോയി പോകും. നമ്മുടെ മനസ്സിനെ തെറ്റായ മാർഗങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും തെറ്റായ മാർഗങ്ങളോട് സമരം ചെയ്ത് ജീവിക്കാനുള്ള കഴിവ് ആർജിച്ചെടുക്കുകയും വേണം. വൽ മുജാഹിദു മൻ ജാഹദ ഹവാ. മുജാഹിദ് യോദ്ധാവ് എന്ന് പറഞ്ഞാൽ വാളെടുത്ത് യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയ യോദ്ധാവ് തന്റെ ഇച്ഛയോട് സമരം ചെയ്തിട്ട് ആ ഇച്ഛയെ നന്മയുടെ മാർഗത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിവ് ആർജിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള പോരാളി. അവനാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിലുള്ള മുജാഹിദ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെ പഠിപ്പിച്ചത്. വൽ മുജാഹിദു മൻ ജാഹദ ഹവാ. ശത്രുവിനോട് പോരാടാൻ വാളെടുക്കുന്നതും വാഹനമൊരുക്കുന്നതും സൗകര്യവും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയതിന് പുറപ്പെടുന്നതിനേക്കാളും വലിയ സമരമാണ് സ്വന്തം ഹവയോട് സമരം ചെയ്യാൻ. അത് വാളിനേക്കാളും മൂർച്ച കൂടിയതാണ്, വാളിനേക്കാളും ഗൗരവം കൂടിയതാണ്. ഒരു തവണ വാളെടുത്തത് കൊണ്ട് മാത്രം അത് എതിർത്ത് റെഡിയാക്കാൻ കഴിയൂല. പല തവണ നമ്മുടെ ശരീരത്തെ പരിശീലിപ്പിച്ചെങ്കിലേ നമ്മുടെ മനസ്സിന്റെ ഹവയെ നമുക്ക് ഒതുക്കിയെടുക്കാൻ കഴിയൂ. അതിനാണ് 7 അവയവങ്ങളെ, നമ്മുടെ കൽബിനോട് ചേർന്നിരിക്കുന്ന 7 അവയവങ്ങളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. 7 അവയവങ്ങൾ 7 രൂപത്തിൽ അവരെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. ആ 7 അവയവങ്ങളെയും ശ്രദ്ധിക്കേണ്ടിടത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഒന്ന് നിങ്ങൾ നോക്കൂ, ഒന്ന് കണ്ണാണ് ഒരു അവയവം. കണ്ണിനെ ശരിയായ നിലക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. 3 കാര്യം കണ്ണിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.
ഒന്ന്, അന്തൻദുറ ബിഹാ ഇലാ ഗൈരി മഹറം, മഹറം അല്ലാത്തതിലേക്ക് നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കുന്നത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മഹറമിലേക്ക് നോക്കിക്കോ. വിവാഹബന്ധം ഹറാമായ ആണിലേക്ക് പെണ്ണിലേക്ക് നോക്കിക്കോ. അതിന് യാതൊരു തകരാറും നിനക്കില്ല. ആരൊക്കെ നോക്കാൻ പറ്റുമെന്നറിയുമോ? ഹുദ്ദിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി വഉമ്മഹാത്തുക്കും ഉല്ലാത്തി അർളഅനക്കും വഅഖവാത്തുക്കും മിനർ റളാഅതി വഉമ്മഹാതു നിസായിക്കും വറബായിബുക്കും ഉല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസായിക്കും അല്ലാത്തി ദഖൽതും ബിഹിന്ന ഫഇൻ ലം തകൂനൂ ദഖൽതും ബിഹിന്ന ഫലാ ജുനാഹ അലൈക്കും വഹലായിലു അബ്നായിക്കും അല്ലദീന മിൻ അസ്ലാബിക്കും. അല്ലാഹു ഖുർആനിലൂടെ എണ്ണി പറഞ്ഞില്ലേ, ഹുദ്ദിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാക്കൾ നിങ്ങൾക്ക് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ടവരാണ്. അവരെ കണ്ണുകൊണ്ട് നോക്കുന്നതിന് വിരോധമില്ല. നിസ്കാരത്തിന്റെ ഔറത്തിലേക്കല്ല, അല്ലാത്ത ഭാഗങ്ങളിലേക്ക്, കഴുത്തിലേക്ക് നോക്കിയെന്ന് കരുതിക്കോളൂ, കാൽത്തണ്ടയിലേക്ക് നോക്കിയെന്ന് കരുതിക്കോളൂ, കയ്യിലേക്ക് നോക്കിയെന്ന് കരുതിക്കോളൂ. ഉമ്മയുടെ ശരീരത്തിലേക്ക് നോക്കുന്നതിന് വിരോധമില്ല. വബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കൾ, വഅഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാർ, വഖാലാത്തുക്കും, നിങ്ങളുടെ മാതൃ സഹോദരിമാർ, വഅമ്മാത്തുക്കും, നിങ്ങളുടെ പിതൃ സഹോദരിമാർ, വബനാത്തുൽ അഖി, സഹോദരന്റെ പെൺമക്കൾ, വബനാത്തുൽ ഉഖ്തി, സഹോദരിയുടെ പെൺമക്കൾ, വഅഖവാത്തുക്കും മിനർ റളാഅ, മുലകുടി ബന്ധത്തിലെ സഹോദരിമാർ, വഅഖവാത്തുക്കും മിനർ റളാഅ വഉമ്മഹാതു നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ, അവരെയും നിങ്ങൾക്ക് നോക്കാം, വിവാഹബന്ധം നിഷിദ്ധമായവരാണ്. എന്നിട്ട് പറയുന്നു, വറബായിബുക്കും ഉല്ലാത്തി ഫീ ഹുജൂരിക്കും മിൻ നിസായിക്കും ഉല്ലാത്തി ദഖൽതും ബിഹിന്ന, നിങ്ങൾ വിവാഹം ചെയ്ത സ്ത്രീകളിലൂടെ നിങ്ങൾ പോറ്റി വളർത്തുന്ന മക്കൾ നിങ്ങളുടെ മക്കളല്ല. ആ ഭാര്യമാർക്ക് നേരത്തെ വിവാഹം ചെയ്തതിലുണ്ടായ മക്കളാണ്. ആ മക്കളെ നിങ്ങൾ ഈ ഭാര്യമാരുമായി ശാരീരിക ബന്ധം പുലർത്തിയാൽ അവരെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്. അവരെ നോക്കുന്നത് നിങ്ങൾക്ക് ഹലാലാണ്. വഹലായിലു അബ്നായിക്കും, നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാരും, അഥവാ നിങ്ങൾ പറയാറില്ലേ മരുമകള് മരുമകള് എന്ന്, ആൺമക്കളുടെ ഭാര്യമാര്, അവരെയും നോക്കൽ നിങ്ങൾക്ക് ഹറാമില്ല, ഹലാലാണ്. വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്. ഇത്തരത്തിലുള്ള മഹറം അല്ലാത്തവരിലേക്ക് നോക്കാതിരിക്കുക. കണ്ണിനെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം അതാണ്. അന്തൻദുറ ബിഹാ ഇലാ ഗൈരി മഹറം, മഹറം അല്ലാത്തവരിലേക്ക് കണ്ണുകൊണ്ട് നോക്കാതിരിക്കണം. അതേ വഇലാ സൂറത്തിൻ മലീഹ ബിശഹവതി നഫ്സിൻ, വസാലിമാവ് തങ്ങൾ പറഞ്ഞു നോക്ക്, നിങ്ങൾ സൗന്ദര്യമുള്ളൊരു രൂപത്തിലേക്ക് വികാര വിചാരത്തിന്റെ മനസ്ഥിതിയോടെ, സൗന്ദര്യമുള്ളൊരു കോലത്തിലേക്ക് വികാരത്തിന്റെ മനസ്ഥിതിയോടെ, സൗന്ദര്യമുള്ള രൂപം യഥാർത്ഥത്തിൽ പുറത്ത് നടക്കുന്ന രൂപമാകണമെന്നില്ല. ഉപകരണങ്ങളിലൂടെ കാണാൻ സാധ്യതയുള്ള രൂപമാണെങ്കിലും ശരി, അതിനെ കാണുമ്പോഴും ആളുകൾക്ക് ആ തരത്തിലുള്ള ശഹവത്തുണ്ടല്ലോ, വിചാരങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ടല്ലോ. ആ രൂപഭാവത്തിലും നോക്കിക്കൂടാ. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. സ്വഹാബിമാരെ ഹദ്റത്തിലേക്ക് ഒരാളിങ്ങനെ കടന്നു വരുമ്പോ അവരെ നോട്ടം ശരിയായിട്ടില്ലെങ്കിൽ വരെ ഉടനെ അവർ പറയും, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് ഒരു സ്വഹാബി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ നമ്മളെ മജ്ലിസിലേക്ക് കയറി വരുമ്പോ, അവര് കയറി വരുമ്പോഴേക്ക് അവരെ ശരീരത്തിൽ നിന്ന്, അവരെ മുഖത്തിൽ നിന്ന്, അവരെ കണ്ണിൽ നിന്ന് അടിച്ചു വീശുന്നത്, കണ്ണിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വീശുന്നത് സിനയുടെ ചെറിയ രൂപഭാവവും സാദൃശ്യതയുമാണ്. നോക്കാൻ പറ്റാത്തതിലേക്കൊക്കെ നോക്കിയിട്ടാണ് പല ആൾക്കാരും ഇങ്ങനെ കയറി വരുന്നത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്ന സ്വഹാബിമാരോട് പറയുമ്പോ സ്വഹാബിമാർ ചോദിക്കാണ്, അജാ അൽ വഹയു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം വഹി ഇറങ്ങുന്നുണ്ടോന്ന്.
മുത്തുനബിതങ്ങൾക്ക് ശേഷം വഹി ഇറങ്ങുണ്ടോ? എങ്ങനെയാ ഇപ്പൊ ഈ വിവരത്ര കൃത്യമായിട്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിയല്ല, വലാകിൻ ഫറാസത്തുൻ സ്വാദിഖ. നേർക്ക് നേരെ നോക്കേണ്ടതിലേക്ക് മാത്രം നോക്കിയ ആള് അല്ലാത്തതിലേക്ക് നോക്കി വരുന്ന ഒരാളെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്ക് ആ മുഖത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നൊരു വിവരമുണ്ട്, ഇൽമുൽ ഫറാസ. അതനുസരിച്ചൊരു നോട്ടം നോക്കിയാൽ തന്നെ അറിയും നോക്കിയത് ശരിയായിട്ടില്ല, ഇപ്പൊ നോക്കി വന്നത് ശരിയായിട്ടില്ല, നോട്ടം ശരിയായിട്ടില്ല എന്ന് നോക്കിയാൽ അറിയും. ഫറാസത്തിന്റെ ഇൽമു കൊണ്ട് അവർ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അവർ പറയും നോട്ടം ശരിയായിട്ടില്ല, വന്നത് ശരിയായിട്ടില്ല, നോക്കിയത് ശരിയായിട്ടില്ല, പറഞ്ഞത് ശരിയായിട്ടില്ല എന്നവർ നോക്കിയാൽ പറയും. അത്തരത്തിലുള്ള ഒരു കഴിവ് അവരുടെ പരിശുദ്ധമായ ശരീരത്തിന് അല്ലാഹു തആല നൽകിയിരുന്നു. നോട്ടം നോക്കിയത് ശരിയായിട്ടില്ലെങ്കിൽ വരെ അവർ പറഞ്ഞിരുന്നു നോട്ടം ശരിയാകണം, അത് ഖൽബിന്റെ തസ്കിയത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ മുഅ്മിനീങ്ങളോട് അല്ലാഹു പറഞ്ഞത്, കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. ഖൽബ് നന്നാകണമോ, സ്വകാര്യ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കണമോ, നോട്ടം ശരിയാകണം. നോട്ടം ശരിയായിട്ടില്ലെങ്കിൽ സംഗതി പ്രശ്നമാണ്. അന്നളുറു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. നോട്ടം എന്ന് പറയുന്നത് പിശാചിന്റെ അസ്ത്രങ്ങളിൽ നിന്ന് വിഷലിപ്തമായ ഒരു അസ്ത്രമാണ്. നോട്ടം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ മോഹം ശരിയാകൂല, പിന്നെ സംസാരം ശരിയാകൂല, പിന്നെ സമ്പർക്കം ശരിയാകൂല, പിന്നെ ഇടപഴകലും കാര്യങ്ങളും ഒക്കെ തെറ്റിപ്പോകും, റൂട്ട് തെറ്റിപ്പോകും. നോട്ടം ശരിയാക്കണം. ഖൽബിന് വിശുദ്ധി ഉണ്ടാകാൻ നോക്കാൻ പറ്റാത്തത് കാണുമ്പോ കണ്ണ് ചിമ്മലാണ് ഭംഗി. മൂമിനാത്തുകളോടും ഇതേ നിർദ്ദേശം അല്ലാഹു പറഞ്ഞു, ആണുങ്ങളോട് മാത്രമല്ല. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന. സ്വകാര്യ അവയവങ്ങൾ സൂക്ഷിക്കണമോ, നോട്ടം നിയന്ത്രിക്കണം, അനിവാര്യമാണ്. നോട്ടം ശരിയായില്ലേ വികാര വിചാരങ്ങൾ പല രൂപത്തിലേക്ക് പോകും, പല ആഗ്രഹങ്ങൾ വരും, മനസ്സിൽ പല ആഗ്രഹങ്ങൾ ഉദിച്ചു പോകും. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, രണ്ട് കണ്ണും കാണാത്ത ഒരു കണ്ണുവട്ടനെ സമീപിച്ചു നോക്കൂ, ഖൽബിനൊരു കേടും ഉണ്ടാകൂല, ക്ലിയറായ കൽബായിരിക്കും. അയാളെ കൽബിന് ഹസദില്ലല്ലോ, പൊങ്ങച്ചമില്ലല്ലോ, കിബിറില്ലല്ലോ, റിയാ ഇല്ലല്ലോ, സുംഅത്തില്ലല്ലോ, ഹസദില്ലല്ലോ. എല്ലാറ്റിന്റെയും കാരണക്കാരൻ നോട്ടമാണ് കേട്ടോ. നോട്ടം കൊണ്ട് ഞാൻ പിയച്ചു പോകരുത് എന്ന് കരുതിയിട്ടല്ലേ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് അങ്ങനെ ദുആ ചെയ്തത്. തോട്ടത്തിൽ പണിയെടുക്കുമ്പോഴാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ വിവരം മഹാനവർകൾ അറിയുന്നത്. ഉടനെ ദുആ ചെയ്തു, നിന്റെ ദുനിയാവിൽ കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും വലിയ ബഹുമാനം നീ നൽകിയ നിന്റെ ഹബീബിനെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടല്ല അല്ലാ. തങ്ങൾ വഫാത്തായി എന്ന വിവരമല്ലേ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ എനിക്കിനി ഒന്നും കാണേണ്ടതില്ല. എന്റെ കണ്ണിന്റെ കാഴ്ചകളും നീ അങ്ങ് തിരിച്ചെടുക്കണേ അല്ലാ. കാരണം ആഖിറത്തിലെത്തിയിട്ട് ആ ഹബീബായ തങ്ങളെ കാണാൻ എന്റെ ഈ കണ്ണുകൊണ്ട് ഇനി കാണുന്നതൊന്നും തടസ്സമാകരുത്. എനിക്ക് അവിടുത്തെ കാണാൻ കഴിയാത്തൊരു രൂപം വരരുത്. എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചകളും തിരിച്ചെടുക്കണേ അല്ലാ. ചോദിച്ചു തീരുമ്പോഴേക്ക് അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചകളും അല്ലാഹു തിരിച്ചെടുത്തു കഴിഞ്ഞു. കണ്ണ് ശരിക്ക് ശ്രദ്ധിക്കേണ്ട അവയവമാണ്, നന്നായി സൂക്ഷിക്കേണ്ട അവയവമാണ്. മുഅ്മിനീങ്ങളെ, ഖൽബിന് കൂടുതൽ വോൾട്ടേജ് ലഭിക്കാൻ കണ്ണുകൊണ്ട് നോക്കേണ്ടതിലേക്ക് നോക്കണം. ഏറ്റവും അധികം കണ്ണുകൊണ്ട് നോക്കേണ്ടത് ദുനിയാവിൽ എന്തിലൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതേ ഒന്നാമതായി പറയാനുള്ളത് അന്നളുറു ഇലാ വജ്ഹിൽ വാലിദൈൻ.
മാതാപിതാക്കളുടെ മുഖത്തേക്കുള്ള നോട്ടം അത് വിശുദ്ധമായ നോട്ടമാണ്, ഇബാദത്തിന്റെ നോട്ടമാണ്. വന്നദുറു ഇലൽ മുസ്ഹഫി, മുസ്ഹഫിലേക്കുള്ള നോട്ടം നീ അത് കൂടുതലാക്കണേ. എന്തിലേക്കുള്ള നോട്ടം? മുസ്ഹഫിലേക്ക്. പള്ളിന്റെ ഉള്ളിലെത്തിയിട്ട് മൊബൈൽ മറിക്കരുത്. അവിടെ കുറെ മുസ്ഹഫ് ഉണ്ട് വഖഫ് ചെയ്തു വെച്ചത്. ആ വഖഫ് ചെയ്തു വെച്ച വാക്കിഫ്യങ്ങളൊക്കെ ഖബർസ്ഥാൻ ഇങ്ങനെ പറയുന്നുണ്ടാവും. നമ്മൾ കേൾക്കാത്തോണ്ട്, നമ്മളല്ലെങ്കിലും കേൾക്കൂലല്ലോ, നമ്മളെ കഥ ആയതുകൊണ്ടല്ലേ, ഒരു പറയാത്തോണ്ടല്ലേ, നമ്മൾ കേൾക്കാത്തോണ്ട്. അത്രയും മുസ്ഹഫ് കൊണ്ടേ വഖഫാക്കി വെച്ചിട്ട് ഒന്ന് മറിച്ചു നോക്കാതെ അപ്പൊ നീ ഇതിങ്ങനെ സൗകര്യപൂർവ്വം അത് പറ്റും. നിന്റെ യാത്രയിലൊക്കെ ആണെങ്കിലും മുസ്ഹഫ് കൊണ്ടെടുക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് മറിച്ചു നോക്കി ഓതാനൊക്കെ പറ്റും. ഒരു മരിച്ചോടത്തൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും യാസീനോ ഏട് തരാനൊന്നും ഉണ്ടാകൂല, അപ്പൊ ഒരു തെറ്റില്ലാതെ ഓതാനൊക്കെ പറ്റും. പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടൊക്കെ മുസ്ഹഫ് ഉണ്ടാകുമ്പോൾ മുസ്ഹഫാണ് തുറന്നു നോക്കേണ്ടത്. അതാണ് ഇബാദത്ത്. ആ നോട്ടാണ് ഇബാദത്ത്. അന്നദുറു ഇലൽ മുസ്ഹഫ്, മുസ്ഹഫിലേക്കുള്ള നോട്ടം അത് കണ്ണിന് മാത്രല്ല, തലച്ചോറിന് മാത്രല്ല, ഖൽബിനൊക്കെ വലിയൊരു വോൾട്ടേജാണ് മുസ്ഹഫിലേക്കുള്ള നോട്ടം. മുസ്ഹഫിലേക്ക് സദാ നോക്കി ഓതുന്ന ആള് നിങ്ങൾ നോക്ക്, അയാൾക്കുള്ള വലിയ മഹത്വം പറഞ്ഞപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഇന്ന് കുറേ ആളുകൾ ഡേഞ്ചറായ അവസ്ഥയിൽ കിടക്കുകയാണ്. 60 വയസ്സാകുമ്പോഴേക്ക് അവർക്ക് പിച്ചും പേയും പറയാൻ തുടങ്ങുകയാണ്. മൂത്രയിക്കുന്നത് അറിയുന്നില്ല, കാഷ്ടിക്കുന്നത് അറിയുന്നില്ല, മക്കള് വന്ന് നിൽക്കുന്നത് അറിയുന്നില്ല. സ്വന്തം മകളെ മുഖത്തേക്കും മകന്റെ മുഖത്തേക്കും ബഹുമാനിക്കപ്പെടുന്നവരുടെ മുഖത്തേക്കും ഒക്കെ കാർക്കിച്ചു തുപ്പാണ്. കിടക്കുന്ന കിടക്കയിൽ തന്നെ മൂത്രയിക്കാൻ ആരാ വന്നത് എന്നറിയാതെ ബുദ്ധിയൊക്കെ പോയി അങ്ങനെ കിടക്കുന്ന ഒരു ജീവച്ഛവം എന്ന് പറയാം. മരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ ബുദ്ധിയൊക്കെ ഈ രൂപത്തിൽ കോലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നും ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, എന്നും ഖുർആനിലേക്ക് നോക്കിയിട്ട് ഖുർആനുമായിട്ട് ബന്ധമുള്ള ഒരാണോ പെണ്ണോ ആണെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തൂല. എന്റെ വാക്കല്ല, ഖുർആൻ പണ്ഡിതനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരെ കാവൽ ചോദിച്ചൊരു വിഷയല്ലേ അത്. വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. പടച്ചോനെ, അർദലുൽ ഉമറിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ നീ എത്തിക്കരുത് അല്ലാഹ്. അത് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാണുമ്പോൾ നമ്മളൊക്കെ കരഞ്ഞു പോകുന്നൊരു സംഗതിയാണത്. അല്ലാഹ്, എന്തൊരു നല്ല ആരോഗ്യത്തോടെ നടന്നിരുന്ന ആളാണ്. വയസ്സാകെ 62, 63, 64 വയസ്സായിട്ടു. മൂത്രയിക്കുന്നു, കാഷ്ടിക്കുന്നു അറിയുന്നില്ല എന്നല്ല, ഒന്നും അറിയുന്നില്ല. ബുദ്ധിയുണ്ടോന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വിവേകപൂർവം പെരുമാറാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോയി. തുണിയൊക്കെ ബാക്കിയുള്ള ആൾക്കാർ എടുത്തു കൊടുക്കുമ്പോൾ അതൊക്കെ വലിച്ചേച്ച് താഴോട്ടിടുകയാണ്. വിവസ്ത്രനായി കിടക്കാനാണ് ആഗ്രഹം. ഈ വിവസ്ത്രനായി കിടക്കുന്ന ആരെ മുന്നിലാണ്? കാണാൻ പറ്റാത്ത ആൾക്കാരെ മുന്നിലാണ്. ഇതുവരെയും ഈ രൂപത്തിലൊന്നും അനാവശ്യം പറയാത്ത ആൾ എന്തൊക്കെയാ വിളിച്ചു കൂവുന്നത്. എത്രമാത്രം നരകിച്ച ഒരു മോശപ്പെട്ട ഒരവസ്ഥയാണ് ജീവിതത്തിൽ അത്. ഖുർആൻ പറഞ്ഞില്ലേ, ചില ആളുകളെ അങ്ങനെ അല്ലാഹു തആല മടക്കുന്നു. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് ആ രൂപത്തിലേക്ക് അല്ലാഹു തആല മടക്കുന്നവർ. അത് കാവൽ ചോദിച്ച ഒരു ഡേഞ്ചറായ സംഗതിയാണ്. അവിടെ മഹാന്മാർ പഠിപ്പിച്ചു, ഖുർആനിലേക്ക് നോക്കിയിട്ട് ഖുർആൻ ഓതുന്ന ആള്, ഖുർആനുമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്ക് ഈ ഒരു നരകിച്ച അവസ്ഥ വരൂല. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആനിലേക്ക് നോക്കണം, നന്നായി നോക്കണം. എന്റെ ഉമ്മപങ്ങന്മാരെ, നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ വരുമല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാമ ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് മറുപടി പറഞ്ഞു, മാസത്തിൽ 5, 6, 7 ദിവസം ഖുർആൻ ഓതാൻ പറ്റൂല, തൊടാൻ പറ്റൂല. അങ്ങനത്തെ ഉമ്മമാര് പെങ്ങന്മാര് എന്ത് ചെയ്യും? മഹാനവറുകൾ പറഞ്ഞു, കേൾക്കാൻ പറ്റുമല്ലോ, കേൾക്കുന്നതിന് തകരാറില്ലല്ലോ. മൊബൈലിൽ ഖുർആൻ ഓത്ത് കേൾക്കാം, ഖുർആൻ ഓതുന്നവരെ ഓത്ത് കേൾക്കാം. മഹാനവറുകൾ പറഞ്ഞു, മറിച്ചു വെച്ച ഖുർആനിലേക്ക് നോക്കണം. സാധാരണ ഓതുന്നത് അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ നോക്കിയിരിക്കണം. ആ നോട്ടം കൊണ്ട് വെറുതെയാണ് എന്ന് കരുതരുത്, വെറുതെ നോക്കാണ് എന്ന് കരുതരുത്. ഇബാദത്തിന്റെ നോട്ടമാണത്. കഅബയിലേക്കുള്ള നോട്ടം ഇബാദത്തിന്റെ നോട്ടമല്ലേ? മത്താഫിലേക്കുള്ള നോട്ടം ഇബാദത്തിന്റെ നോട്ടമല്ലേ? അതേ സഹോദരങ്ങളെ, ഖുർആനിലേക്കുള്ള മുസാഫിലേക്കുള്ള നോട്ടം ഇബാദത്തിന്റെ നോട്ടമാണ്. അത് കണ്ണിന് കൂടുതൽ വോൾട്ടേജ് ഉണ്ടാകാനും
ഖൽബിന് പ്രകാശമുണ്ടാകാനും വലിയ കാരണമാണ്. അതേ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താന്ന് ചോദിച്ചപ്പോ ഒന്നാമത്തെ മറുപടി പറഞ്ഞത് അന്നദുറു ഇലാ വജ്ഹി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കുക. അതെന്തൊരു ബറക്കത്താണ്. അതിന് നമുക്കിന്ന് സാധ്യമല്ലല്ലോ. പക്ഷേ സിദ്ദീഖ് തങ്ങൾ അത്രയും വലിയ സന്തോഷത്തോടെ നോട്ടം അങ്ങനെ പറയാനുള്ള കാരണം നോട്ടം കൊണ്ട് വലിയൊരു ആത്മീയമായ മാനം ലഭിക്കാനുണ്ട്. അതേ നോക്കേണ്ട സംഗതികളിലേക്കൊക്കെ നോക്കണം. സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കണം. നിസ്കാരത്തില് ഒരൊറ്റ സമയം അല്ലാത്ത സമയങ്ങളിൽ മുഴുവനും സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. റുക്കൂഇൽ കാലിലേക്കല്ല നോക്കേണ്ടത്. ഇത്തിദാലിൽ ചുമരിലേക്കല്ല നോക്കേണ്ടത്. കൈകെട്ടിയിട്ട് നേരെ മുന്നിലേക്കല്ല നോക്കേണ്ടത്. എപ്പോഴും നോക്കേണ്ടത് സുജൂദിന്റെ മഹല്ലിലേക്കാണ്. അതേ സമയത്ത് അത്തഹിയ്യാത്തിലെത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹംസ ഉച്ചരിക്കുമ്പോ കയ്യ് വരത്തെ കയ്യിന്റെ മുസബ്ബിഹ വിരൽ ഒന്ന് ഉയർത്തണം. ഇങ്ങനെ മേൽപോട്ടല്ല ഉയർത്തേണ്ടത്, നേർക്ക് നേരെയുമല്ല ഉയർത്തേണ്ടത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു കുറച്ച് താഴ്ത്തിയിട്ട് ഉയർത്തണം, കുറച്ചിങ്ങോട്ട് താഴ്ത്തണം. താഴ്ത്തിയ രൂപത്തിലാണ് ഉയർത്തേണ്ടത്. ഇങ്ങനെ ആടിക്കളിക്കുന്ന തൗഹീദാകരുത്, ഉറച്ചു നിൽക്കുന്ന തൗഹീദാകണം. അങ്ങനെ നിർത്തിയിട്ട് ആ നൃത്തത്തിലേക്കുള്ള നോട്ടം എത്ര വരെ നോക്കണം, എത്ര വരെ നോക്കണം, എത്ര വരെ ഉയർത്തണം. രണ്ടിനും ഹദ് പറയാത്തത് കൊണ്ട് അത് ദായിമായി രണ്ടും ഉപയോഗിക്കലാണ് സുന്നത്ത് എന്നാ പഠിപ്പിച്ചത്. ഉയർത്തലും ദായിമാക്കണം, നോട്ടവും ദായിമാക്കണം. കാരണം ഇത്രയേ ഉയർത്തിയിട്ടുള്ളൂ എന്നും ഇത്രയേ നോക്കിയിട്ടുള്ളൂ എന്നും ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാത്തും കഴിഞ്ഞ് സലാമും വരെ നോട്ടം അതിലേക്ക് നോക്കല് ദായിമാക്കല് സുന്നത്താണ്. അതല്ലാത്ത എല്ലാ ഘട്ടങ്ങളിലും സുജൂദിന്റെ മഹല്ലിലേക്കാണ് നോക്കുന്നത്. സുജൂദിന്റെ മഹല്ലിലേക്കുള്ള നോട്ടം വലിയ ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ വിഷയമല്ലേ സുജൂദ് എന്ന് പറയുന്നത്. ആ സുജൂദിലേക്കാണ് സദാ സമയത്തും നിന്റെ നോട്ടം പോകേണ്ടത്. അത് വലിയൊരു ഇബാദത്താണ്. അത്തരത്തിലുള്ള ഇബാദത്ത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. മൂന്നാമതായി ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരൊറ്റ മുസ്ലിമിലേക്കും വളരെയധികം അവഗണിക്കുന്ന നിസ്സാരപ്പെടുത്തുന്ന കണ്ണുകൊണ്ട് നോക്കാതിരിക്കണം. ഏത് മുസ്ലിമിനെയും നിസ്സാരപ്പെടുത്തുന്ന ഒരു നോട്ടം നിന്റെ കണ്ണുകൊണ്ട് ഒരിക്കലും ഉണ്ടായിക്കൂടാ. മുസ്ലിമിനുള്ള മഹത്വം ചെറുതല്ലല്ലോ, മുഅ്മിനായ മനുഷ്യനുള്ള മഹത്വം ചെറുതല്ലല്ലോ. കഅബ നോക്കിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കഅബ നിനക്ക് വലിയ മഹത്വമുണ്ട്, പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യന് നിന്നെക്കാളും വലിയ മഹത്വമുണ്ട് എന്ന് കഅബയെ നോക്കിയിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ മുഅ്മിനായ മനുഷ്യന്റെ മഹത്വം ചെറുതല്ല. ഒരൊറ്റ മുസ്ലിമിനെയും കണ്ണുകൊണ്ട് നിസാരപ്പെടുത്തരുത്. കണ്ണുകൊണ്ട് ചെറുതാക്കുന്നൊരു രൂപമില്ലേ, ഒരാളെ നേൽക്കും അത്തരത്തിൽ കണ്ണുകൊണ്ട് ചെറുതാക്കരുത്. നമ്മൾ ചെറുതാക്കി കെട്ടുന്നവരായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളുകൾ. മുഅ്മിനീങ്ങളെ നിസാരപ്പെടുത്തരുത്. അവരെ ബഹുമാനത്തോടെ കാണണം, അവരെ ആ രൂപത്തിൽ ബഹുമാനിച്ച് കാണണം. അതേ ഔ തത്വലിയ ബിഹാ ഇലാ ഐബി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ കുറവ് കണ്ടെത്താൻ, ഒരു മുസ്ലിമിന്റെ വീക്ക്നെസ് കണ്ടെത്താൻ നിന്റെ കണ്ണുകൊണ്ട് ചൂഴ്ന്നു നോക്കുന്ന ഒരു സ്വഭാവം, എത്തി നോക്കുന്ന ഒരു സ്വഭാവം നിനക്ക് ഉണ്ടായിക്കൂടാ. എന്തിനാപ്പ നിന്റെ കണ്ണ് നീ ഉപയോഗിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ വീക്ക്നെസ് കണ്ടെത്തണം, കുറവ് കണ്ടെത്തണം. അതിനു വേണ്ടി നീ ഒന്ന് ചുളിവില് ഒന്ന് രഹസ്യമായിട്ട് ഒന്ന് ചുളിഞ്ഞു നോക്കുകയാണ്, ഒന്ന് മറിഞ്ഞു നോക്കുകയാണ്. വേണ്ട, കുറവ് കണ്ടെത്താൻ വേണ്ടി നോക്കണം. കുറവ് കണ്ടെത്താൻ നോക്കാൻ ഏറ്റവും നല്ല ഏതാണെന്നറിയോ? സഹോദരിമാരുടെ ഭാഗത്തേക്ക് നല്ല ബക്കറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബക്കറ്റാണ്, വെള്ളം കോരാനല്ല, നല്ല സംഭാവന ഇട്ട് കൊടുക്കാൻ. നല്ല സംഭാവന അതിൽ നിക്ഷേപിച്ചു കൊടുക്കണം. നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തിയാകണം. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയും പരിപാടി തീരുന്നതോടുകൂടെ നമുക്കവിടെ മൂത്രപ്പുരയും
അതുപോലെ തന്നെ ഹലാവൊക്കെ വിശാലമാക്കി ഉണ്ടാക്കി നോമ്പിന് ശേഷം ഇൻഷാ അല്ലാഹ് നല്ല ബറക്കത്തോടുകൂടെ നല്ല ദർസും ആരംഭിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങൾ ആമീൻ പോരാത്ത അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ലോണം ആമീൻ പറഞ്ഞോളൂ. ചെലവ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാ അല്ലാഹു തആല തന്നതിന് എത്ര ഉണ്ട്, അതിന് കുറച്ച് കൊടുത്താൽ ഒരു പിടി കൂടി അരി ഇറട്ടാ മതി, തോനൊന്നും വേണ്ട, കുറച്ചുകൂടി. അതിന് വേണ്ടിയുള്ള സംഭാവനകളൊക്കെ മുള്ളൂർക്കര ഉസ്താദ് നാളെ വരുന്ന ചോദിക്കുമ്പോൾ മടിയില്ലാതെ കൊടുക്കണം. മൂപ്പര് നാളെ വരുമ്പോൾ ഏതാണ് സംഭാവന ചോദിക്കുന്നത് വരാതിരിക്കരുത്. 2-3 ആൾക്കാരും കൂടി ഏറെ കൊണ്ടുവരണം, സംഭാവന നൽകാൻ പറ്റുന്ന ആൾക്കാരെ. എന്നിട്ട് പരിപാടിന് വിജയിപ്പിക്കണം. ആ സംഗതിയൊക്കെ പൂർത്തിയാകണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു നോക്കുമ്പോൾ ഇനിയും ആ വിഷയത്തിലേക്ക് ആവശ്യമാണെന്ന് പറയരുത്. ഇന്നും നാളെയും കൊണ്ട് തന്നെ സംഗതി പൂർത്തിയാകണം. ദർസ് നല്ല ദർസ് തുടങ്ങണം. അതിന് വിശാലമായ പള്ളി സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് തുടങ്ങണം. തുടക്കം എന്നുള്ള നിലയ്ക്ക് നിങ്ങളാരും കൊടുക്കാതെ കരുതട്ടോ. മാഷാ അല്ലാഹ്. ഒരു സയ്യിദത്തായ ബീവി മാതാപിതാക്കളുടെ പരലോകണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സ്വർണ്ണമോതിരം കാണില്ലേ? ഒറ്റ സ്വലാത്തിലാണ് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അല്ലാഹുവേ, ആ സയ്യിദത്തിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. അവരെ കുടുംബത്തിന് നല്ല ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് വലിയ മഗ്ഫിറത്തും ദർജയും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഈ സ്വർണ്ണമോതിരം ഞങ്ങളെ കയ്യിൽ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ആ ഉപ്പാന്റെ ഉമ്മാന്റെ ഹദ്റത്തിൽ വലിയ സന്തോഷം ഏറ്റിക്കൊടുക്കണേ അല്ലാ. അവരെ ഉമ്മയുടെ ആണ്ട് ഈ മാസമാണ്. ഉമ്മാക്ക് ദറജേറ്റി കൊടുക്കണേ അല്ലാ. കുടുംബക്കാർക്കൊക്കെ നല്ല ബർക്കത്ത് കൊടുക്കണേ അല്ലാ. എന്തെല്ലാം ഖൈറാത്തുകൾ ബീവി ഉദ്ദേശിക്കുന്നുണ്ടോ അതിൻ്റെ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബേ, ഈ സദുദ്യമത്തിലേക്കുള്ള ഈ വലിയ സംഭാവന നല്ല ഖൈറായ സ്വതഖയായി നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നാളെയും സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സംഭാവനകളൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. നല്ല സ്വർണ്ണമോതിരാണ് ഇപ്പം ഇങ്ങോട്ട് ലഭിച്ചത്. നിങ്ങളിങ്ങനെ പത്രത്തിൽ ഇങ്ങനെ സ്വർണം കുതിക്കുന്നു, സ്വർണം പറക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അത് നമുക്കൊരു ഹൈറാണ്. അങ്ങനെ പള്ളിപ്പണി പെട്ടെന്ന് എടുക്കാനൊരു മാർഗമാകുന്നു എന്നും കൂട്ടത്തിൽ ചെയ്താലും അല്ല, സ്വർണം കുതിക്കുന്നു മാത്രം എഴുതിയാൽ പോരല്ലോ. അതുകൊണ്ട് നല്ല നല്ല സ്വതക്കകളും സംഭാവനകളൊക്കെ ബീവി തുടക്കം കുറിച്ചതുപോലെ എല്ലാവരും ചെയ്ത് നമ്മുടെ സദുദ്യമം വിജയിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനൊരു കുറവുണ്ടാകരുത്. കുറവ് നോക്കാൻ നമ്മളിലേക്ക് നോക്കാൻ നല്ലത്. ഞാൻ കുറവ് നോക്കാൻ ഏറ്റവും നല്ലത് എൻ്റെ കുറവാണ് എനിക്ക് നോക്കാൻ ഏറ്റവും നല്ലത്. കുറവ് നോക്കാനെങ്കിൽ നമ്മളെ കുറവിലേക്ക് കണ്ണോടിച്ച് നോക്കുക. നമ്മളെ കുറവിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുക, ചിന്തിക്കുക. ഞാൻ എത്ര പോരായ്മയുള്ള ആളാണ് പഠിച്ചു, ഞാൻ എത്ര കുറവുള്ള ആളാണ്, എത്ര ഫർള് എനിക്ക് കുറവുണ്ട്, എത്ര സുന്നത്ത് എനിക്ക് കുറവുണ്ട്, എന്തെല്ലാം ഹറാമ് ഞാൻ കൈക്കലാക്കി വെച്ചു. അല്ലാ, എൻ്റെ സ്വന്തക്കാരിയുടെ അടുത്ത് എൻ്റെ ഹറാമുകളൊക്കെ നീ പരത്തുകയാണെങ്കിൽ എന്നെ ഒപ്പം കടത്താൻ ഒരിക്കലും അവർ ധൈര്യപ്പെടൂലല്ലോ. അല്ലാ, എന്തെല്ലാം ഹറാമുകൾ ഞാൻ ആലോചിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രവർത്തിച്ചു. സ്വന്തത്തെ പറ്റിയാണ് നമ്മൾ കൂടുതൽ അത് ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുമ്പോഴേ നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റൂ. മറ്റൊരാളെ പറ്റി ആലോചിച്ചാൽ നമുക്ക് തിരുത്താൻ കഴിയൂലല്ലോ. നമ്മളായിബ് നമ്മൾ ഒരുപാട് ആലോചിക്കുക, എന്നിട്ട് കുറവുകളെ പേരിൽ ചിന്തിച്ച് കരയുക, തൗബ ചെയ്യുക, പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രതിജ്ഞ എടുക്കുക. ഇനി ഞാനൊന്നും അങ്ങനെ ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആർക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് നന്നാകാനുള്ള വകുപ്പുണ്ടാക്കുക. കണ്ണിനെ ശ്രദ്ധിക്കണം, കാതിനെയും ശ്രദ്ധിക്കണം. കാതുകൊണ്ട് സഹോദരങ്ങളെ ഇമാമങ്ങൾ പറയുന്നു, ബിദ്അത്ത് കേൾക്കരുത്. ബിദ്അത്ത് കേട്ടാൽ നീ ബിദ്അത്തുകാരനായി പോകും. ഗീബത്ത് കേൾക്കരുത്. അവിൽ ഫഹ്ശി, അനാവശ്യം കേൾക്കരുത്. അവിൽ ഖൗലി ഫിൽ ബാത്തിലി, അതേ ഒരു ഉപകാരവുമില്ലാത്ത സംസാരത്തിൽ നീ പ്രവേശിക്കരുത്. ഒരു കാര്യവുമില്ല, ദുനിയാവിലും നേട്ടല്ല, ആഖിറത്തിലും നേട്ടല്ല.
അങ്ങനത്തെ വാക്ക് തർക്കങ്ങളിൽ നീ വെറുതെ കാത് കേൾക്കാൻ നിൽക്കരുത്. ഔ ദിക്രി മസാവിന്നാസ്, ജനങ്ങളെ കുറ്റവും കുറവും പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് നിന്റെ കാത് നീ ഉപയോഗപ്പെടുത്തരുത്. കാതിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ലിതസ്മഅ ബിഹാ കലാമല്ലാഹ്, കാത് കൊണ്ട് നന്നായി കേൾക്കേണ്ടത് അല്ലാഹുവിന്റെ കലാമാണ്. വസുന്നത റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ സുന്നത്ത് ധാരാളം കേൾക്കണം. വഹിക്മത ഔലിയാഇഹി, ഔലിയാക്കളുടെ ജീവിതവും അവരെ മഹത്വങ്ങളും കേൾക്കണം. വതതവസ്സല ബിഹാ ഇല ഇസ്തിഫാദത്തിൽ ഇൽമി, അറിവ് സമ്പാദിക്കാൻ കാത് നീ ഉപയോഗപ്പെടുത്തണം. കാത് കൊണ്ട് കേട്ടിട്ട് ഒരുപാട് അറിവ് നീ സ്വീകരിക്കണം. കേൾക്കാൻ പറ്റാത്തതൊന്നും കാത് കൊണ്ട് കേൾക്കരുത്. ഗീബത്തും നമീമത്തും ഒന്നും കേൾക്കരുത്. കേട്ടാ തന്നെ പറഞ്ഞവന്റെ കുറ്റമല്ലേ ഉള്ളത്. അൽ മുഖ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി, കുറ്റം പറയുന്നവനും അത് കേൾക്കുന്നവനും കുറ്റത്തിൽ ഒരുപോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ആരെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് റൂട്ട് മാറിപ്പോവുക, അല്ലെങ്കിൽ റൂട്ട് മാറ്റുക. അവരെ പറയുന്ന സംസാരങ്ങൾ മാറ്റിയിട്ട് നല്ലത് സംസാരിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. നല്ല വർത്തമാനങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടേക്കുക. മറ്റു സംസാരങ്ങൾ നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ കടന്നു വരുമ്പോ കഴിവിന്റെ പരമാവധി പ്രതിരോധിക്കാൻ നോക്കുക. പ്രതിരോധിക്കാൻ കഴിയുന്നില്ലേ എന്നാ പറ്റുന്ന വേറെ എന്തെങ്കിലും സംസാരത്തിലേക്ക് അവരെ സംസാരത്തിന്റെ റൂട്ട് അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നല്ല സംസാരങ്ങളാക്കി മാറ്റണം. കാതിനെ ആ രൂപത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാതുകൊണ്ട് പറ്റാത്തത് കേട്ട് കഴിഞ്ഞാൽ അത് നിനക്ക് പ്രതികൂലമായി വരും. അത് കാരണം ഖൽബ് മോശമായി പോകും. അതേ, നാവിനെയും ശ്രദ്ധിക്കേണ്ടതാണ്. നാവിനെ അല്ലാഹു തആല പടച്ചു തന്നത് ലിതുക്സിറ ബിഹാ ദിക്റല്ലാഹ്, നാവ് കൊണ്ട് ദിക്ർ അധികരിപ്പിക്കണം. വതിലാവത്ത് കിതാബിഹി, കിതാബോത്ത് അധികരിപ്പിക്കണം. നല്ല മദ്ഹുകളൊക്കെ പാടി പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കുട്ടികളെ പോലും ഇപ്പൊ ചില സ്ഥലത്തു നിന്നൊക്കെ കുട്ടികൾ പോലും പാട്ട് പാടുന്ന കേട്ടിട്ട് അങ്ങോട്ട് കയറാനും സംസാരിക്കാനൊക്കെ മടിയായി തോന്നിപ്പോകും. കാരണം ഈ രൂപത്തിൽ എത്ര പെട്ടെന്ന് ആ കുട്ടികൾ ഈ സിനിമ പാട്ടും മറ്റൊക്കെ പഠിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ അത് പഠിച്ചെന്ന് മനസ്സിലാകുന്നില്ല. എത്ര പെട്ടെന്ന് അവരാ തെളിഞ്ഞ മനസ്സിലേക്ക് ഇത് പടഞ്ഞുപോയി. അതല്ല പഠിക്കേണ്ടത്. കുട്ടികളെ കൽബിലേക്ക് നല്ല നല്ല മദ്ഹ് പഠിപ്പിക്കണം. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ പറയും, ഉസ്താദ് എൻ്റെ കുട്ടി ബുർദ കാണാതെ പഠിച്ചിട്ട് മദ്രസന്ന് അത് ഉസ്താദുമാരെ മുന്നിൽ വെച്ച് കാണാതെ ചൊല്ലിയിട്ട് അതിന് നല്ല സമ്മാനം വാങ്ങിയെന്ന്. ആ കുട്ടിക്ക് എത്ര ദ്വാരം കൊടുത്താലും പൂതി മാറൂല. നല്ല 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 മഹത്വമുള്ള നല്ല വാസനുള്ള കുട്ടികളാണ്, പഠിക്കാൻ നല്ല കഴിവുള്ള. നമ്മൾ അവരെ അതിലേക്ക് പ്രേരിപ്പിക്കണം. പഴയ കാലത്ത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ, ഈ ഉപകരണങ്ങളൊന്നും പൊട്ടിപ്പുറപ്പെടാത്ത നല്ലൊരു കാലം ഉണ്ടായിരുന്നല്ലേ നമ്മുടെ നാട്ടിൽ. ഉപകരണങ്ങളൊന്നും പൊട്ടിപ്പുറപ്പെടാത്ത നല്ലൊരു കാലത്ത് അന്ന് നമ്മളമ്മാരും മറ്റൊക്കെ എന്തെങ്കിലും മാലയും മോലുതൊക്കെ ചെല്ലുമ്പോൾ മക്കളെ കൂടെ ഇരുത്തിയിട്ട് ഉമ്മാര് ചെല്ലുന്ന ജവാബ് അവർ കേട്ട് ജവാബ് പഠിക്കലല്ലേ. അങ്ങനെയല്ല അതിന്റെ ശീലം. അങ്ങനെ ആ ജവാബാണ് പഠിക്കും. അങ്ങനെയാണ് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി എന്നും സ്വലാത്തും തസ്ലീമും ഒക്കെ ഉമ്മാരിങ്ങനെ മൗലിദ് ചെല്ലുമ്പോൾ വല്യമാര് ചെല്ലുമ്പോൾ മക്കൾ കൂടെ ഇരുന്ന് അങ്ങനെ ചൊല്ലും. അത് വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലൊക്കെ ചൊല്ലും. അങ്ങനെ ചൊല്ലിക്കേട്ട് പഠിച്ചത് കൊണ്ടുള്ള ഒരു സന്തോഷം സഹോദരങ്ങളെ കേടുവരാത്ത കൽബിനെ സൂക്ഷിക്കാൻ പറ്റി. നല്ലത് പാടാനും നല്ലത് പറയാനുമാണ് കൽബ് നാവിനെ തന്നത്. കിതാബോത്താണ് അതുകൊണ്ട് അധികരിപ്പിക്കേണ്ടത്. ഖുർആനിന്റെ ഓത്ത് നിന്റെ നാവ് കൊണ്ട് നീ അധികരിപ്പിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ദിക്ർ അധികരിപ്പിക്കണം. ഒരു ദിവസം എത്ര ദിക്ർ ചൊല്ലുന്നുണ്ട് എന്ന് കൂട്ടി നോക്കൂ. ഖുർആൻ ഓത്തി എത്ര നടത്തുന്നുണ്ട് എന്ന് കൂട്ടി നോക്കൂ. ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നിന്റെ നാവ് നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ ദീനിയും ദുന്യവിയുമായ ആവശ്യങ്ങളെ അള്ളാഹുവിലേക്ക് നീ പറയാനും കൂടിയാണ് നിന്റെ നാവ്. ആ നാവിന് അതിന് വേണ്ടി അല്ലാത്തതിന് നീ ഉപയോഗിച്ചാലോ ഫഖദ് കഫർത ബിനിഅമത്തില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തിന് നീ നന്ദി കേട് ചെയ്തവനായി. വലിയ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു തആല നാവിനെ സൃഷ്ടിച്ചു തന്നത്. പക്ഷേ അല്ലാഹു പറയുന്നുണ്ട് ഖലീലം മാ തഷ്കുറൂൻ, നാവ്
നാവൊക്കെ നിങ്ങൾക്ക് തന്നു, പക്ഷേ നാവ് കൊണ്ടുള്ള നന്ദി കുറവാണ്. വഹുവ അഗ്ലബു അളായിക അലൈക വഅലാ സൈരിൽ ഖൽഖ്, നിനക്കും മറ്റു സൃഷ്ടികൾക്കും ഏറ്റവും പ്രതികൂലമായി വരുന്ന അവയവം നാവാണ്. ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ടത്. നാവിനോളം മറ്റു അവയവങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നൊരു അവയവം നമ്മുടെ ശരീരത്തിന് വേറെയില്ല. ഇന്നും രാവിലെ എല്ലാ അവയവങ്ങളും നാവിനോട് പ്രതിജ്ഞ എടുത്തു. റിപ്പബ്ലിക്കിന്റെ പ്രതിജ്ഞയല്ല, എന്നും രാവിലെയും വൈകുന്നേരം ഓരോ പ്രതിജ്ഞയുണ്ട്. നമ്മളെ ശരീരത്തിലുള്ള പ്രതിജ്ഞയാണ്. അസ്ബഹ ബിനു ആദം വൽ അഅ്ളാഉ തുകഫിറുൽ ലിസാൻ. മനുഷ്യൻ നേരം വെളുക്കുമ്പോ അവയവങ്ങൾ മുഴുവനും നാവിനോട് പറയുന്നുണ്ട്, നാവേ ഇനിസ്തഖംതി ഇസ്തഖംനാ, നീ നേർക്കാണോ ഞങ്ങളൊക്കെ നേരെയാണ്. വ ഇനിഅ്വജജ്തി ഇഅ്വജജ്നാ, നീ വളഞ്ഞിട്ടാണോ ഞങ്ങളൊക്കെ വളഞ്ഞു പോകും. അങ്ങനെയാണ്. നാവ് വക്രമാണെങ്കിൽ ബാക്കിയൊക്കെ അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, സംസാരിച്ചാൽ മനസ്സിലാകും ഒരാളുടെ അവസ്ഥ എങ്ങനെയാണ്. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാകും അയാളെ കൽബ് എങ്ങനെയാണ്, അയാളെ പ്രവൃത്തി എങ്ങനെയാണ്, അയാളെ സ്വഭാവം എങ്ങനെയാണ്, അയാളെ സൂക്ഷിപ്പ് എങ്ങനെയാണ്, അയാളെ ചിന്ത എന്താണ്, എന്തൊക്കെയാണ് അയാളെ കാര്യമായിട്ടുള്ള വിഷമങ്ങളൊക്കെ. ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ മനസ്സിലാവും. നാവാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. നാവ് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ എല്ലില്ലാതെ പടച്ചൊരവയവല്ലേ. നിങ്ങളെ നാവിനൊക്കെ എല്ലുണ്ടോ? നാവിന് പുതിയ 2025 നാവേക്കാരം. എന്തിനാ നാവിന് എല്ല് കൊടുക്കാതെ ആ രൂപത്തിൽ ശ്രദ്ധിച്ചത്, പടച്ചത്? നാവിനെ നല്ലോണം ഏത് രൂപത്തേക്കും ഏത് ഭാഗത്തേക്കും വയക്കാനും പറ്റുന്ന രീതിയാണ് നാവിന് തന്നത്. പക്ഷേ നാവിനോളം അല്ലാഹു തആല കാവൽ നൽകിയ ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ വേറെ ഇല്ല തന്നെ. സ്വകാര്യ അവയവത്തിന് പോലും അത്ര ഭദ്രതയില്ല. നാവിന് നോക്ക് നിങ്ങൾ, ആദ്യം 2 അണ്ണാക്ക് കൊണ്ട് നാവിനൊരു മേലാപ്പ് അല്ലേ. സ്വർണ്ണൊക്കെ വാങ്ങുമ്പോൾ ഒരു പെട്ടി കണ്ടില്ലേ, ഒരു പെട്ടി, ചെറിയൊരു പെട്ടി. ആ ഒരു പെട്ടി, ആ ഒരു പെട്ടിൻ്റെ ഉള്ളിൽ ചുവന്നൊരു കടലാസിൻ്റെ ഉള്ളിൽ സ്വർണം, പിന്നെ ആ ചെറിയ പെട്ടി വേറൊരു പെട്ടിൻ്റെ ഉള്ളിൽ, പിന്നെ അത് വലിയൊരു ഒരു കൂടിൻ്റെ ഉള്ളിൽ, പിന്നെ അതൊരു കവറിലാക്കി തരുന്നുണ്ടല്ലേ. അതാണ്ടില്ലേ. നാവിന് ആദ്യം 2 അണ്ണാക്കിൻ്റെ ഒരു മേലാപ്പ്, പിന്നെ 28 കാവൽക്കാർ. ചിലർക്ക് കാവൽക്കാർ കൂടുതലാണ്, 32ആണ്. അവർക്ക് കുറച്ച് ഹൈ റേഞ്ച്. അങ്ങനെയാണ്. ചുറ്റും കാവൽക്കാരെ കണ്ടില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തു വരാൻ പാടില്ല, അത്രയും കാവൽ ഭടന്മാരാണ്. അതിൻ്റെ പുറത്ത് 2 ചുണ്ടും. സുബ്ഹാനല്ലാഹ്, ഇത്ര അടപ്പിൽ ഭദ്രമായി സൂക്ഷിച്ച ഒരു അവയവം പറഞ്ഞാൽ നിങ്ങൾ ഏതുമില്ല, നമ്മളെ ശരീരത്തിൽ ഏതുമില്ല. സ്വകാര്യ അവയവത്തിന് പോലും അത്രമായൊരു ഭദ്രമായൊരു ഒരു മേലാപ്പ് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. അത് നാവിനെ നന്നായി ശ്രദ്ധിക്കാനാണ്. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും നാവാണ്. വലാ യകുബുന്നാസ ഫിന്നാരി അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. റമളാനല്ലേ വരാൻ പോകുന്നത്, നേരത്തെ തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നാവിന്റെ കൊയ്ത്താണ് ജനങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്നത്. നാവിനെ 8 വിഷയങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം, 8 കാര്യങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കണം. നാവ് ശരിയാകാത്തത് കൊണ്ട് അതേ നേർക്ക് നേരെ ഷഹീദായ ആളെപ്പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചിട്ടില്ല. ഒരു യുദ്ധത്തിൽ ഒരാൾ ഷഹീദായപ്പോ സ്വഹാബത്തൊക്കെ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അങ്ങനെ സന്തോഷ വാർത്ത പെട്ടെന്ന് അറിയിക്കണ്ട. ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനി. ആ മനുഷ്യൻ ആവശ്യമില്ലാത്ത കുറെ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അത് അയാളെ സ്വർഗത്തിൽ നിന്ന് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഷഹീദായ ആളെ പറ്റിയാണ് പറഞ്ഞത്, നിങ്ങളെ പറ്റിയല്ല, ലോക്കലായ നമ്മളെ പറ്റിയല്ല പറഞ്ഞത്. യുദ്ധത്തിൽ ഷഹീദായ ഒരാളെ പറ്റി സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ലഅല്ലഹു കാന യതകല്ലമു ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത കുറെ വിഷയത്തിൽ കടന്ന് സംസാരിച്ചിട്ടുണ്ട് ആ മനുഷ്യൻ, അത് അയാളെ നരകത്ത് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. നാവ് നന്നായി ശ്രദ്ധിക്കണം, നാവ് നന്നായി സൂക്ഷിക്കണം. നാവ് 8 വിഷയങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. 1, ഫഹ്ഫദ് ലിസാനക മിൻ സമാനിയത്തി അശ്യാ. 8 വിഷയങ്ങളിൽ നിന്ന്. 1 അൽ കദിബു,
ഏറ്റവും വലിയ തലവനതാണ് കളവ്. കളവിൽ നിന്ന് നാവിനെ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കളവിനെ സൂക്ഷിക്കണം എന്ന് ഇന്ന് പറയുമ്പോ കുറച്ചുകൂടി ഏറെ എനിക്ക് പറയേണ്ടതുണ്ട്. സമയം പരിമിതമാണ്. ഉപകരണങ്ങളല്ലേ എല്ലാവരുടെയും കയ്യിലുള്ളത്. ഒരു വാർത്ത ശരിയായ വിഷയത്തിൽ അറിയാതെ ഒരാളും അത് എഴുതിയിട്ടോ പറഞ്ഞിട്ടോ വിടരുത്. നിങ്ങൾ 10 ആളിലേക്ക് വിട്ടാൽ എത്ര കളവായി? എന്തങ്ങോട്ട് പറയാത്ത? 10 ആയി. ഒരു ബട്ടൺ അമർത്തിയിട്ട് 10 ആളിലേക്ക് വിടുന്നുള്ളൂ. ഇപ്പൊ ഒരു ദിവസം ഒരാൾ കളവ് പറയുന്നത് 100, 150, 200, 1000, 10,000 എന്നല്ല. കാരണം നാട്ടിലുള്ള സർവ്വ ആളെയും വാട്സപ്പ് ഉണ്ടോ എടുത്തു. നമ്മളൊരാൾ ഫോൺ നമ്പർ കൊടുത്ത അപ്പ അടുത്ത ചോദ്യം ഉസ്താദിൽ വാട്സപ്പ് ഉണ്ടോ എന്നാണ്. ഭയങ്കര ഇടങ്ങേറത്. ഞാൻ മിക്ക ആൾക്കാർക്കും കൊടുക്കാറില്ല. എന്തേ കാരണം? പിന്നെ അവര് പറയുന്നതും കൂടി കേൾക്കണ്ടേ, അല്ലാതെ തന്നെ ഇവിടെ കേൾക്കാൻ നേരമില്ല. ഓല് പറയുന്ന കളവ് കൂടി കേൾക്കണ്ടേ. പഠിച്ചത് എന്തിനാ അതൊക്കെ കൂടി? അധികാർക്കും കൊടുക്കാറില്ല. ഞാൻ ഓലെന്തേലും വിചാരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ലതല്ലേ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ അവര് പറയുന്ന അനർത്ഥങ്ങളും ഞാൻ കേൾക്കണ്ടേ. കാരണം ബട്ടൺ അമർത്തിയിട്ട് നേരെ ഇതിലേക്കും വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ കേൾക്കാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കല്ലേ റുക്കൂലും സുജൂദിലൊക്കെ. മൂത്രയിക്കുന്നിടത്ത് ഒരു എന്ത് ബട്ടൺ അമർത്തി കേൾക്കല്ലേ പരിപാടി. ഇപ്പോ പിന്നെ എപ്പോഴാ ഒഴിവുണ്ട്? അപ്പൊ അവിടെ നിന്ന് സംസാരിച്ച് വിടുമ്പോഴേക്ക് ഇപ്പുറത്ത് കേട്ടുപോയി. പിന്നെ അപ്പുറത്ത് ഡിലീറ്റ് ആക്കിയെന്നൊന്നും പഠിച്ചെടുത്ത് പറയാൻ കഴിയില്ല. കാരണം ആളെത്ര കേട്ടു എന്നുള്ള അവിടെ ചോദ്യം. എത്ര അനർത്ഥങ്ങളാ ഓരോരുത്തർ സംസാരിക്കുന്നതെന്നറിയോ? ബോധ്യപ്പെടാതെ, തികഞ്ഞ അറിവില്ലാതെ ഒരൊറ്റ വിഷയങ്ങളും പറയരുത്, എഴുതി വിടരുത്. അറിയാത്തീന് എന്താ എഴുതി വിടേണ്ടെന്ന് അറിയോ? അല്ലാഹു റസൂലുഹു അഅലം എന്ന്. അതാണ് എഴുതി വിടേണ്ടത്. അല്ലാഹു റസൂലുഹു അഅലം. നിങ്ങളോട് ചോദിച്ചൊരു കാര്യം നിങ്ങൾക്ക് തീർത്തും വ്യക്തമായി അറിയില്ലേ, ഉടനെ പറയണം അല്ലാഹു റസൂലുഹു അഅലം. അനുമാനിച്ച് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ സാധ്യത ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഒന്നും പറയരുത്. നിങ്ങൾക്ക് അറിയില്ലേ അല്ലാഹു റസൂലുഹു അഅലം? അറിയില്ല. ആളോട് ചോദിച്ചു. അറിയില്ല. ഒരാളിനെ കൊണ്ടുപോയിട്ട് ഉസ്താദ് ഈ സ്ഥലത്തിന് വല്ല കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ സ്ഥലത്തിന് നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, ഇനി കുത്തിയൊക്കെ ചിലപ്പം വെള്ളം ഉണ്ടോന്ന് അറിയില്ല. അല്ല വേറെ എന്താ കുഴപ്പമുണ്ടോ ചോദിച്ചു. വേറെ എന്താ കുഴപ്പം? എനിക്കെന്താ കുഴപ്പം? എനിക്കിപ്പോൾ ഒരു കുഴപ്പം പറയാനറിയില്ല. അല്ല ഉസ്താദെ വേറെ കുറെ ആൾക്കാർ ഇവിടെ വേറെന്താ അങ്ങനെ പ്രശ്നങ്ങൾ? എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. ഞാനിവിടെ വന്ന് ഇറങ്ങി നോക്കിയിട്ട് ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പം തോന്നുന്നില്ല. ഞാൻ ഇവിടെ അങ്ങനെ ഇറങ്ങി നിന്നിട്ട് എനിക്കൊരു പ്രശ്നമോ അല്ലെങ്കിൽ കാറ്റടിച്ചിട്ട് വീകേ അല്ലെങ്കിൽ വേറെ കുഴപ്പം എനിക്കൊന്നും അറിയില്ല. എൻ്റെ അറിവനുസരിച്ചല്ലേ വരാൻ കഴിയുള്ളൂ. ഉസ്താദ് ഇതിൽ ഷെയ്ത്താൻ്റെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഷെയ്ത്താനായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു. ഞാൻ അവിടെ ഇല്ലാത്ത ഷെയ്ത്താൻ്റെ കഥയും പറഞ്ഞു കൊടുത്ത അയാൾ എത്ര കാലം അത് മനസ്സിൽ വെച്ച് നടക്കണം. മറ്റേ ഉസ്താദ് പറഞ്ഞു ഇവിടെ ഷെയ്ത്താൻ അതിൽ അങ്ങനെ 33 എണ്ണം, ഇതെങ്ങനെ 40. എന്തിനാണ് ഈ ഇല്ലാത്ത 43, 33 പറയുന്നത്? അറിയെങ്കിൽ പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. സാധാ ഇവിടെ കുറ്റിയടിക്കണം, നിങ്ങളിവിടെ കുറ്റിയടിക്കണം എന്ന് പറഞ്ഞാൽ ബിസ്മീൻ ചൊല്ലി ഞാൻ അടിക്കും, അത്രയേ ഉള്ളൂ. ഇവിടെ അടിക്കാൻ പറ്റുമോ അതൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അറിയാത്തതിന് അറിയില്ല എന്ന് തന്നെ പറയും. അത്ര തന്നെ. അത് ഇൽമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്, അറിയാത്തത് അറിയില്ല എന്ന് പറയാന്നുള്ളത്. നിസ്ഫുൽ ഇൽമു എന്നല്ല, ശരിക്കുള്ള ഇൽമു തന്നെയാണ് പറയണ്ടേ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഫുൾ ഇൽമു എന്ന് പറയുന്നത്, നിസ്ഫ് പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് അറിയാത്ത ഒരു സംഗതി എഴുതി വിടരുത്. നിങ്ങൾ നോക്കുക, ഒരു നാട്ടിൽ ഒരാൾ മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയി കിടക്കുന്നിടത്ത് ഇത് സംഭവിച്ചാട്ടോ. സീരിയസ് ആയി കിടക്കുന്നിടത്ത് ഒരാൾ അയാളെ വാട്സപ്പിലൂടെ അയാൾ മരിച്ചു എന്ന് വിട്ടു. നോക്കണേ, ശ്രദ്ധിക്കണേ, മരിച്ചു എന്ന് വിട്ടു. മരിച്ചു എന്ന് വാർത്ത കേട്ടപ്പോഴേക്ക് നമ്മളെ മരിച്ച വേഗം വാർത്ത ഇവിടെ ആദ്യം കേൾക്കും. എവിടെ മരിച്ചാൽ വാർത്ത എവിടെ ആദ്യം അറിയാം? ഗൾഫിൽ അല്ലേ? അതെ. ഗൾഫിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പലരും ഈ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ആളെ ഭാര്യയ്ക്ക് വിളിച്ചിട്ട്, അല്ല കുറേ ആൾക്കാർ ആ മൊബൈലിലൂടെ പിന്നെ താസിയത്തിന്റെ വാചകവും ഇന്നാലില്ലാഹി അല്ലാഹു മഗ്ഫൂറൊക്കെ അയക്കണേ. അപ്പൊ ഈ പെണ്ണിങ്ങനെ എടുത്ത് നോക്കിയിട്ട്, പഠിച്ചോനെ ഇയാൾ മരിച്ചിട്ടില്ലല്ലോ, ആരാപ്പത് മരിച്ചു പറഞ്ഞത്? വരുന്നത് ഫുൾ അങ്ങനെയാണ്. അല്ലാഹു തആല ഖബർ വിളിച്ചായി കൊടുക്കട്ടെ. ഖബർ വിളിച്ചാൽ ആള് മരിക്കണ്ടേ? വിദേശത്ത് മുഴുവനും മരിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അടുത്ത ചോദ്യം എപ്പോഴാണ് അവിടെ കുളിപ്പിച്ച് ജനാസ എടുക്കണത്? ഇത് അടുത്ത ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരാൾ വിളിച്ചപ്പോ മൊബൈൽ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്താറിയാന്നറിയാം.
മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ആൾ സുഖം പ്രാപിച്ച് പുറത്തേക്ക് ഇരുന്നപ്പോഴാണ് ഫോൺ ഇങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ അയാളോടാണ് ചോദിക്കുന്നത് എപ്പോഴാണ് ജനാസ എടുക്കുന്നത്. എങ്ങനെയുണ്ട് കഥ? ജനാസ എപ്പോഴാണ് എടുക്കണമെന്ന് അവിടുന്ന് ഒരാൾ വിളിച്ചു ചോദിക്കണത് നേരത്തെ മരിച്ചു എന്ന് എഴുതപ്പെട്ട ആളോടാ ചോദിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ മരിച്ചിട്ട് പറയാം എപ്പോഴാ ജനാസ എടുക്കേണ്ടി വരുന്നത്. അല്ലാതെ എന്താ അയാൾ പറയാ? ഒരൊറ്റ വാർത്ത ശരിയായ നിലക്ക് അറിയാതെ കൊടുത്തപ്പോ വന്ന അബദ്ധല്ലേ ഇത്? എത്ര ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. അതുകൊണ്ടാണ് കളവ് നന്നായി ശ്രദ്ധിക്കണം. മുഅ്മിനായ മനുഷ്യന്റെ നാവ് കൊണ്ടുവരുന്ന ദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കളവ്. ഫഹ്ഫദ് ലിസാനക മിൻഹു ഫിൽ ജിദ്ദി വൽ ഹസിലി. കാര്യത്തിലും കളവ് പറയരുത്, തമാശക്കും കളവ് പറയരുത്. നിന്റെ നഫ്സിനെ തമാശയിലായിട്ട് കളവ് പറഞ്ഞ് ശീലമാക്കരുത്. അങ്ങനെയാകുമ്പോ നീ കാര്യത്തിലും കളവ് പറഞ്ഞു പോകും. കളവ് ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ്. ആ കളവ് ശീലമാക്കി കളഞ്ഞാൽ മറ്റു അനാവശ്യങ്ങളൊക്കെ നിന്നെ വന്ന് പിടികൂടി പോകും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. മറ്റൊരാളെ കളവാക്കുന്നതും നീ ശ്രദ്ധിക്കണം. നീ പറയുന്ന കളവ്, നീ പറയുന്ന വാക്ക് പൂർണ്ണമായും സത്യമാകണം. എത്രത്തോളം എന്നറിയോ? ഞാൻ അതിന്റെ ഗൗരവം പറയാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോവുകയാണ്. ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുട്ടിയാണ്. കുട്ടിപ്രായത്തിൽ കുട്ടികൾ കളിക്കുമല്ലോ. ഞാൻ കളിക്കുമ്പോ എന്റെ ഉമ്മ എന്നെ മാടി വിളിക്കുന്നുണ്ട്, മോനെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഉമ്മ കൈ ഇങ്ങനെ ചുരുട്ടിയിട്ടുണ്ട്. കൈ ചുരുട്ടി പിടിച്ചിട്ടാണ് ഉമ്മ വിളിക്കുന്നത്, മോനെ വാ. ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്നത്. തങ്ങൾ അവിടെ നിന്നിട്ട് എന്റെ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ വല്ലതും കൊടുക്കണമെന്ന വിചാരത്തിലാണോ കൈ ഇങ്ങനെ ചുരുട്ടിയത്? അതല്ല, നിങ്ങളെ മോന് കളി മതിയാക്കി പെട്ടെന്ന് വരണം എന്ന് കരുതിയിട്ടാണോ കൈ ചുരുട്ടിയത്? ഉമ്മ കൈ ഇങ്ങനെ നിവർത്തി. അപ്പൊ ഒരു ചൊളക്കാരക്ക ഉണ്ടായിരുന്നു. ഒരു ചൊളക്കാരക്ക എന്റെ ഉമ്മാന്റെ കയ്യിലുണ്ട്. ഉമ്മ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തേ തങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഒന്നും കൊടുക്കണമെന്ന് ഉദ്ദേശമില്ലാതെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കുട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നാണോ ലക്ഷ്യം? എന്നാ ഫഖദ് കദബ്തി, നിങ്ങൾ കള്ളം പറഞ്ഞു. ആ ചെയ്തതൊരു കളവാണ്, ആ പറഞ്ഞതൊരു കളവാണ്. ഇത്ര പോലും കളവ് പറയരുത്, ഉണ്ടാകരുത്. മോനെ അത് തരാം, ഇത് തരാം എന്ന് പല പേരും പറഞ്ഞിട്ട് ഉമ്മമാര് വിളിക്കുമ്പോ ഉള്ളതിന്റെ പേര് പറഞ്ഞാ മതി. ഉമ്മമാരെ, കുട്ടി വന്ന് ചോദിക്കുമ്പോ ഉള്ളത് പറഞ്ഞ് വിളിച്ചാ മതി, അപ്പൊ അത് സത്യമാകും. ഇല്ലാത്തത് പറഞ്ഞ് വിളിക്കരുത്, കളവാണ്. കളവ് ശീലമാക്കി പോയാൽ ദുസ്വഭാവങ്ങൾ പടിപടിയായി കടന്നു വരും. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. കളവ് പറയുന്ന ആള് പിന്നെ കക്കുന്നതിന് മടിയുണ്ടാകൂല. പിന്നെ അനാവശ്യങ്ങൾ ഓരോന്നും ചെയ്യുന്നതിന് മടി വരൂല. പിന്നെ അതുമൂലം അയാൾ ഏറ്റവും വലിയ തെമ്മാടിയായി മാറും. പിന്നെ ആള് പോകുന്നത് നരകത്തിലേക്കുമായി മാറും. അതുകൊണ്ടാണ് കളവ് ഒരു നിലക്കും യോജിക്കൂല എന്ന് പറഞ്ഞത്. സത്യം മാത്രമേ പറയാവൂ. രണ്ടാമത് നാവ് കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അൽ ഖുൽഫു ഫിൽ വാദി, വാഗ്ദാനത്തിൽ ലംഘനം വരുത്തരുത്. വാഗ്ദത്തം ചെയ്തത് പൂർണ്ണമായും പാലിക്കണം. അതാരോട് ചെയ്താലും ശരി. കുട്ടികളോട് നിങ്ങൾ പറയാണ്, സ്കൂൾ ലീവ് വരുന്നു, നമുക്കൊരു സ്ഥലത്ത് കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെയും കൂട്ടിയിട്ട് നല്ലൊരു മസാറിലേക്ക് പോകണം. സിയാറത്ത് ചെയ്ത് നല്ലൊരു സിയാറത്ത് കേന്ദ്രം കാണിച്ച് തിരിച്ചു വരണം. കാണാൻ പാടില്ലാത്തോടത്തേക്കല്ലാതെയും അപ്പോഴും പോകാൻ പറ്റൂല. ആ പറഞ്ഞ വാക്ക് പിന്നെ മാറരുത്. പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പാലിക്കണം. അത് ലംഘിക്കരുത്. വാഗ്ദത്ത ലംഘനം നാവ് കൊണ്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായി പരിഗണിക്കണം. അതങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അത് സൂക്ഷിക്കണം. കഴിവില്ലാത്തൊരവസ്ഥ വന്നാൽ, അല്ലെങ്കിൽ അയാൾ അതിന് പറ്റാത്ത രൂപത്തിൽ അയാൾ രോഗിയായി മാറിയാൽ അത് പിന്നെ അയാൾക്ക് നിർവാഹമില്ലല്ലോ, അയാൾക്കതിന് കഴിവില്ലല്ലോ. അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞൊരു വിഷയമാണത്. മൂന്നാമത്തത്
ഹാദൽ ഗീബ, നീട്ടി പറയുന്നില്ല ഗീബത്ത്. അതേ, നാട് നീളെ പരന്നു പിടിച്ചിരിക്കുന്ന രോഗമാണ്. ഇഹ്ഫദ് ലിസാനക മിനൽ ഗീബ, ഗീബത്തിൽ നിന്ന് നാവിനെ ശ്രദ്ധിക്കണം. ഗീബത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നബി ഇമാം റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത ആയത്ത് എന്താണെന്നറിയോ? വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. നിങ്ങളത് നിസ്സാരമായി കാണുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ അത് ഭയങ്കരമാണ്. ഗീബത്തിനും നമീമത്തിനും ഫിത്നക്കും ഫസാദിനും തെറ്റിദ്ധാരണക്കും ഒക്കെ മഹാനവറുകൾ ഒരായത്താ കൊടുത്തത്. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. നിങ്ങളത് ചെറുതായി കാണും, അള്ളാഹുവിന്റെ അടുക്കൽ അത് ഭയങ്കരമാണ്. ചെറുതൊന്നല്ല, ഭയങ്കരമാണ്. എത്രയാണ് അതിന്റെ ശിക്ഷ എന്ന് പറയാൻ കഴിയൂല. അത്രയും വലിയ ശിക്ഷയാണ്, കടുപ്പമേറിയ ശിക്ഷയാണ്. മിറാജ് രാവിൽ പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാരെ കൂട്ടത്തിൽ കണ്ടവരല്ലേ സഹോദരന്മാരെ? ഗീബത്തും നമീമത്തും കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ. ഒരു മനുഷ്യന് വെറുപ്പാകുന്ന രീതിയിലുള്ള വർത്തമാനം ആ മനുഷ്യനിൽ ഉള്ള കാര്യമാകട്ടെ, ഉണ്ട് എന്ന് ആൾക്കാർക്കൊക്കെ ബോധ്യമുള്ള സംഗതിയാകട്ടെ, അതിനാ ഗീബത്ത് എന്ന് പറയുന്നത്. ഇല്ലാത്ത സംഗതിയാണെങ്കിൽ അതിന്റെ പേര് കളവ് എന്നാണ്, ഉള്ളതാണെങ്കിൽ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. വെറുപ്പാകുന്ന സംഗതി, ഒരാൾക്ക് വെറുപ്പാകുന്ന സംഗതിയും നീ എങ്ങനെ പറഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണക്കാരായ ആളുകളെ ഗീബത്ത് പറയും പോലെയല്ല ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ഗീബത്ത് പറയുന്നത്. അതിന് ഡിഗ്രി കൂടുതലാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗീബത്ത് അതൊരു അന്യമതസ്ഥനെ പോലും പറഞ്ഞുകൂടാ, ഹറാമാണ്. ഒരു അവിശ്വാസിയെ പോലും, ഒരു ഹൈന്ദവ സഹോദരനെ പോലും ഗീബത്ത് പറയാൻ പാടില്ല. മുസ്ലിമിനെ മാത്രമല്ല, ഒരു മനുഷ്യനെയും ഗീബത്ത് പറയാൻ പാടില്ല. ആലിമിനെ പറയുന്നത്, വലിയ സയ്യിദിനെ പറയുന്നത്, സ്വഗീറത്തിൽ നിന്ന് ഡിഗ്രി മാറിയിട്ടത് കബീറത്താണ്, വൻകുറ്റമാണ്. തൗബയില്ലാതെ റബ്ബത് പൊറുക്കൂല. അത് ചെറിയ രോഗമല്ല, ചെറിയ കുറ്റമല്ല. ഒരാളെ പറ്റി ഒരു ധാരണ പിശക് മനസ്സിൽ വെച്ചാൽ തന്നെ സഹോദരങ്ങളെ, നമ്മളെ കൽബിന്റെ വിശുദ്ധി പറ്റേ കുറഞ്ഞു പോകും, നമ്മളെ കൽബിന്റെ ഡിഗ്രി പറ്റേ കുറഞ്ഞു പോകും. മഹാന്മാരെ കൽബിന്റെ വിശുദ്ധി എത്രമാത്രമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അവരെത്രമാത്രമാണ് അവരെ കൽബിനെ പാകപ്പെടുത്തിയെടുത്തത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു? എത്ര വലിയ ബഹുമാനമുള്ള വലിയ കറാമത്തുള്ള മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. പറയുന്നു, ഒരു ദിവസം ഒരു ജനാസ നിസ്കാരവും പ്രതീക്ഷിച്ച് ബഗ്ദാദിലെ വലിയ പള്ളിയുടെ പരിസരത്ത് ഞാൻ ചെന്നു നിന്നു. ഷോനീസിയ പള്ളിയുടെ പരിസരത്ത് അവിടെ ചെന്ന് നിന്നപ്പോ ഒരു യാചകനെ ഞാൻ കണ്ടു. അയാൾ പലരിൽ നിന്നും ഇങ്ങനെ കൈനീട്ടി യാചിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു, അയാളെ കണ്ടപ്പോ എൻ്റെ മനസ്സിലൊരു ധാരണ വന്നു. നമ്മളെ മനസ്സിലൊക്കെ വരുമോ നോക്കി കേട്ടോ. എൻ്റെ മനസ്സിലൊരു ധാരണ വന്നു. എന്ത്? ഇയാൾക്ക് എന്താ ഒന്ന് ജോലി എടുത്ത് അധ്വാനിച്ച് ജോലി എടുത്തൊന്ന് ജീവിച്ചു. ഇങ്ങനെ ആൾക്കാരോട് അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ 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 കൈ നീട്ടി പറഞ്ഞിട്ടില്ല. മനസ്സിലങ്ങനെ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നതാണ്. ജുനൈദുൽ ബഗ്ദാദി എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു. ഒരാളങ്ങനെ പലരോടും ഇങ്ങനെ കൈ കാണിച്ച് ഇങ്ങനെ യാചിക്കുന്നു. ആൾക്കാർ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. കൊടുക്കുന്ന ആൾക്ക് ഈശ്വരിടുന്നു, അങ്ങനെ പോകും. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ രാത്രിയൊക്കെ കുറേ നേരം ഇബാദത്ത് എടുക്കുന്ന മഹാനാണ്. അർദ്ധരാത്രിക്ക് ശേഷം മഹാനവറുകൾ പതിവായ ഇബാദത്തിന് വേണ്ടി എഴുന്നേറ്റു, വുളു എടുത്തു, നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി. ഉറക്കോട് ഉറക്കം, ഉറക്കം വരും. കൽബിന് ഉണർവില്ലെങ്കിൽ പിന്നെ ഉറക്കം വരും. കൽബിന് ഉണർവുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരൂല, ഉറക്കം വരും. ഖിയാമിൽ ഫാത്തിഹ ഓതാതെ നിന്നിട്ട് ഉറക്കം വരിക, റുക്കൂയിലേക്ക് പോയിട്ട് ഉറക്കം വരിക, അത്തഹിയ്യാത്തിൽ ഇരുന്നിട്ട് എങ്ങനെ ആയിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കുന്ന് മാറുന്നില്ല. പിന്നെയും മഹാനവറുകൾ ഉളു എടുത്ത് മുഖക്കൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി പിന്നെയും വന്ന് നിസ്കരിക്കാൻ നിന്നു. ഉറക്കം വരുന്നേ. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ഉറക്കം വരില്ല. പതിവായിട്ട് ഇങ്ങനെ ഒന്ന് നിസ്കരിക്കുന്നതല്ലേ, ഉറക്കും വിഷമങ്ങളൊന്നും ഇല്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടെ. ഉറക്ക് വന്ന് 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 ഒരു ഭാഗത്തേക്ക് മഹാനവറുകൾ അങ്ങ് ചാഞ്ഞു വീണു. ആ വീഴ്ചയിൽ അതാ
ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കാണുന്നു തന്റെ മശായിഖുമാർ, തന്റെ വലിയ വലിയ ഗുരുനാഥന്മാർ അവര് വരി വരിയായി വന്നു നിന്നുകൊണ്ട് മുന്നിലേക്ക് ഒരാളെ ഉന്തി മുന്നിലേക്കാക്കിയിട്ട് തരുന്നു. മുന്നിലേക്ക് നിർത്തി തരുന്ന ആളെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു, ഞാൻ നോക്കുമ്പോ ആരാന്നറിയോ, പകല് സമയത്ത് ശൗനീസിയ പള്ളിയുടെ മുറ്റത്ത് യാചന നടത്തുന്നൊരു യാചകനെ കണ്ടില്ലേ, അദ്ദേഹത്തെയാണ് ഇവര് മുന്നിലേക്ക് ഇങ്ങനെ നിർത്തി തരുന്നത്. എന്നോട് പറഞ്ഞു, കുല്ലഹ്മഹൂ, ഇയാളെ മാംസം നിങ്ങൾ തിന്നോളൂ, ഇറച്ചി ഭക്ഷിച്ചോളൂ. ഫഖദ് ഇഗ്തബ്തഹു, കുറ്റം പറഞ്ഞില്ലേ, ഗീബത്ത് പറഞ്ഞില്ലേ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ നാവ് കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെറിയ രൂപത്തിലൊന്ന് ധരിച്ചതല്ലേ ഉള്ളൂ. അങ്ങനെ തിന്നോളൂ നിങ്ങളെ ഇറച്ചി, ഇയാളെ ഇറച്ചി വേണ്ടത്ര തിന്നോളൂ എന്ന് പറഞ്ഞ ഇയാളെ എന്റെ മുന്നിലേക്ക് അങ്ങനെ ഉന്തി തള്ളി നീക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ഇരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. നാട്ടിൽ അദ്ദേഹം സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞെട്ടി ഉണർന്നു ഞാൻ രാത്രി തന്നെ വീട് വിട്ടിറങ്ങി. ഞാൻ ഓടിപ്പോയി, അദ്ദേഹം ഇരിക്കുന്നൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തിന്റെ ഭാഗത്ത് ഒരു വെള്ളച്ചാല് ഒഴുകുന്ന ഒരു സ്ഥലത്തിനുണ്ട് സമീപത്ത് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നുണ്ട്. കയ്യിലൊരു തസ്ബീഹ് മാലയും പിടിച്ച് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്നെ കണ്ടപാടെ ആ മനുഷ്യൻ ചോദിക്കുന്നു, തഊദു യാ അബുൽ ഖാസിം, അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ഇനി ആവർത്തിക്കുമോ? നിങ്ങളെ മനസ്സിൽ ഇങ്ങനത്തെയുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും അടുത്ത ആളല്ലേ, എന്നിട്ട് ഞാൻ യാചിക്കുന്നതിനെ പറ്റി നിങ്ങൾ എന്തിനാ മനസ്സിൽ ചിത്രീകരിക്കുന്നത്? നല്ലത് ചിത്രീകരിച്ചാ പോരെ നിങ്ങൾക്ക്? ഇനി ആവർത്തിക്കുമോ? ഇത്തരത്തിലുള്ള ചിന്തയുണ്ടാകുമോ? ഞാൻ പറഞ്ഞു, ഇനി മേലാലുണ്ടാകൂല. എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, ഈ വിഷയത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം. അദ്ദേഹം എനിക്ക് മാപ്പ് നൽകി, പൊരുത്തപ്പെട്ടു തന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ നിസ്കാരത്തിലും ഔറാദിലുമായി കഴിഞ്ഞുകൂടി. എൻ്റെ നിസ്കാരത്തിന്റെ ഭംഗി എനിക്ക് തിരിച്ചു കിട്ടി. സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഔറാദിൽ മുഴുകി. പിന്നെ ആരെ കണ്ടാലും ഇവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലും എൻ്റെ മനസ്സുകൊണ്ട് പറ്റാത്ത ഒരു ചിന്ത ഒരിക്കലും ചിന്തിക്കാറില്ല. സഹോദരങ്ങളെ, മനസ്സുകൊണ്ട് വിചാരിക്കുന്ന വിചാരം തന്നെ മോശമായി പോയാൽ ഖൽബ് കേടാകാൻ അത് ഏറ്റവും വലിയ കാരണമാണ്. സുബ്ഹാനല്ലാഹ്, ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നീ നന്നായി ശ്രദ്ധിക്കണം. നിന്റെ ഖൽബിന്റെ നാവിനെ ഒരു നിലക്കും കേടാക്കരുത്. നാവിനെ കേടാകുന്ന കാര്യങ്ങളിൽ നിന്ന് നന്നായി ശ്രദ്ധിക്കണം. നാവിന് കേടുവരുത്തുന്ന ഒരു സംഗതിയും ഉണ്ടാകരുത്. പിന്നെ പറയുന്നു, തർക്കത്തിലേക്ക് നീ നിന്റെ നാവിനെ വലിച്ചേക്കരുത്. ഒരുപാട് തർക്കങ്ങൾ പല രൂപത്തിലും വന്നേക്കാം. ആ തർക്കങ്ങളിലൊന്നും ഇടപെട്ടുകൊണ്ട് നീ സമയം ചെലവഴിക്കരുത്. നിന്നെ പൊക്കി പറയുന്നൊരു സ്വഭാവം നിനക്കുണ്ടാകരുത്. മറ്റൊരു സംഗതിയാണ് നാവ് കൊണ്ട് നീ ശ്രദ്ധിക്കേണ്ടത്. നിന്റെ ബഹുമാനം പറഞ്ഞ്, നിന്റെ സ്വീകാര്യത പറഞ്ഞ് ആളുകൾ നിന്നെ സ്വീകരിക്കാനും വിശ്വസിക്കാനും അത്തരത്തിൽ നാവ് കൊണ്ട് നീ പണിയെടുക്കരുത്. മറ്റൊന്ന്, മറ്റൊരാളെയും ആക്ഷേപിക്കുന്ന ശൈലി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്നിനെ ശപിക്കുന്നൊരു രൂപം നിന്റെ നാവ് കൊണ്ട് നീ സ്വീകരിക്കരുത്. ഒരു ജീവിയെയും നീ ശപിക്കരുത്. ഒരു ഭക്ഷണത്തെയും നീ ആക്ഷേപിക്കരുത്. ഒരു മനുഷ്യനെയും പേരെടുത്ത് നീ ശപിക്കരുത്. ഒരാളെയും നിന്റെ നാവ് കൊണ്ട് നീ ശാപവാക്ക് ഉപയോഗിക്കരുത്. അതിന് തന്നതല്ല അള്ളാഹു നിനക്ക് നാവ്. ലഅനത്ത് നീ ചെയ്തുകൂടാ. ഏഴാമതായി പറഞ്ഞു, സൃഷ്ടികൾക്കെതിരെ കേടായി നീ ദുആ ചെയ്യരുത്. മക്കൾക്കെതിരെ മാതാപിതാക്കൾ ദ്വാരക്കരുത് എന്ന് പറഞ്ഞതുപോലെ ഒരാൾക്കും പ്രതികൂലമായി ദ്വാരക്കരുത്. അനുകൂലമായി നന്നായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. എന്തെങ്കിലും വൃത്തികേടുകൾ അവരിലുണ്ടോ, ആ വൃത്തികേടുകൾ നീങ്ങിയിട്ട് അവരെ നന്നാക്കണേ അല്ലാ എന്ന് നീ ദ്വാരക്കണം. എട്ടാമതായി പറയുന്നു, തമാശ, പരിഹാസ രൂപത്തിലുള്ള തമാശ
തമാശ, ജനങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള തമാശ, നീ അതിൽ പങ്കെടുക്കരുത്, അതിൽ നീ അതിൽ നീ കൂടരുത്. അതേ സഹോദരങ്ങളെ, മറ്റുള്ളവരെ നിന്ദിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ചെറുതാക്കിക്കൊണ്ടുള്ള രൂപത്തിൽ, തമാശ രൂപത്തിൽ, പരിഹസിക്കുന്ന സ്വരത്തിൽ കണ്ടില്ലേ നിങ്ങൾ പലരും കോമഡി വർത്തമാനങ്ങളും മറ്റുമൊക്കെ സ്വീകരിക്കുന്നത്? മുസ്ലിമിന് യോജിച്ച ശൈലിയല്ലത്. മുസ്ലിമിന്റെ നാവ് കൊണ്ട് പറയാനോ സ്വീകരിക്കാനോ പറ്റിയതല്ല. ആ രൂപത്തിൽ നാവിനെ നന്നായി ശ്രദ്ധിച്ച്, നന്നായി സൂക്ഷിച്ച്, ഏതെങ്കിലും ആളുകൾ നാവിനെ കേടായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് കണ്ടാൽ നീ നിന്റെ നാവിനെ നേരെ ചൊവ്വേ കൊണ്ടുപോകണം. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ബത്വന്, വയറിനെ ശ്രദ്ധിക്കണം. നാവ് കേടാകുന്നത് പോലെ തന്നെ വയറ് കേടായാൽ കൽബ് കേടായി പോകും. വയറിനെ നന്നായി ശ്രദ്ധിക്കണം. ഹറാമായ മാർഗങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താൻ ഒരൊറ്റ വകുപ്പും വയറിന് ഉണ്ടാക്കിക്കൂടാ. ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും മയക്കുമരുന്ന് വസ്തുക്കളിലേക്ക് നമ്മുടെ മക്കളും നമ്മുടെ സമൂഹവും വീണുപോകാതിരിക്കാൻ സാമ്പത്തികമായും സാമൂഹികമായും നല്ല ഭദ്രത നമ്മൾ സ്വീകരിക്കണം. ആത്മീയമായ മാർഗങ്ങളിൽ മക്കളെ പരിപോഷിപ്പിക്കണം. ഉപ്പമാരോട് പറയട്ടെ, മക്കളും പേരക്കുട്ടികളും എത്ര അധ്വാനിക്കുന്നവരും എത്ര സമ്പന്നരുമാണെങ്കിലും സുബഹിക്ക് നിങ്ങൾ എഴുന്നേൽക്കുമ്പോ അവരെയും എഴുന്നേൽപ്പിക്കണം. നിങ്ങളൊരു ഭാഗത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ അവരെ കയ്യിലേക്കും ഖുർആൻ കൊടുക്കണം. എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഖുർആൻ ഒന്ന് ഓതാൻ പറയണം. സുബഹി നിസ്കാരം കഴിഞ്ഞൊരു 15 മിനിറ്റെങ്കിലും വീടിന്റെ ഉള്ളിൽ എല്ലാവരും ഒന്ന് ഖുർആൻ ഓതട്ടെ. പക്ഷേ സഹോദരങ്ങളെ, മിക്ക വീടുകളിലും എല്ലാവരും ഖുർആൻ ഓതുന്നൊരു ശൈലി കാണണമെങ്കിൽ ആരോ ഒന്ന് മരിച്ചു കിട്ടണം. ആ തരത്തിലേക്ക് അവസ്ഥകൾ മാറിക്കഴിഞ്ഞു പോയി. അതാ സഹോദരങ്ങളെ, ആത്മീയമായ ലോകത്ത് നമ്മുടെ കുടുംബാംഗങ്ങൾ താഴെ തട്ടിലേക്ക് പോകാനുള്ള കാരണം. പഴയ കാലത്ത് 30-35 ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ കുടിലി നാട്ടിലുള്ളത് പരിചയമുള്ളത് ആലോചിച്ച് നോക്കിയാണ്. അതിൽ അണുകുടുംബങ്ങളായിട്ട് 4-5 കുടുംബം ഉണ്ടാവും. ഒരൊറ്റ കുടുംബം അവിടുന്ന് പോകുന്ന അവർക്ക് സങ്കടമായിരിക്കും. ഇപ്പൊ പവറും പത്രാസും നിറഞ്ഞ വീട്ടിൽ തന്നെ താമസിക്കാൻ ആകെ 4 ആളെ ഉണ്ടാകുള്ളൂ. എന്നിട്ട് തന്നെ സൗകര്യം മതിയാകാതെ വരികയാണ്. എന്നിട്ട് തന്നെ അവർക്ക് സൂക്കടും ഇടങ്ങേറോടൊന്നും മാറുന്നില്ല. എന്ത് കാരണം? ഒന്നുമല്ല, വേണ്ട രൂപത്തിലുള്ള നിസ്കാരവും വേണ്ട രൂപത്തിലുള്ള ഖുർആനോത്തുമില്ല. പറ്റാത്തതൊന്നും കടിക്കരുത്. നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം സൂക്ഷിക്കണം. എത്ര പറഞ്ഞാലും വാപ്പാര് കുട്ടികൾക്കൊക്കെ 2ാം ക്ലാസ് മുതലേ അക്കൗണ്ട് കൊടുത്തു കൊടുക്കണം. എല്ലാവരും ഉഷാറാണ്. ഇനി എടുത്തു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുറച്ചുകൂടി ഒഴിവുണ്ട് ബാങ്കിലൊക്കെ, 0 ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ വേഗം ചെന്നു. 5ാം ക്ലാസ്സിലുള്ള കുട്ടിയെ കയറിയിട്ട് തൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാർഡ് ഇട്ടുകൊണ്ട് പണം വലിച്ചുകൊണ്ട് മയക്ക് വസ്തു വാങ്ങണത് എന്ന് പറഞ്ഞാൽ വാപ്പാരെ കാതിലേക്ക് അങ്ങോട്ട് കേൾക്കേണ്ടത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും ക്ലോസ് ചെയ്യാൻ പറ്റൂല, കേന്ദ്ര സർക്കാരിന്റെ ഇന്നൊരു സംഘ പൈസ വരാണ്. എന്ത് പൈസ? എത്ര കാലമായി അധ്വാനിച്ച് കൂടുന്നത്? ആ പണം കണ്ടിട്ടാണോ നിങ്ങൾ ഈ മക്കളുണ്ടാക്കി വളർത്തി ഹലാലായ രൂപത്തിൽ സ്വത്തുണ്ടാക്കി അധ്വാനിച്ചുകൊണ്ടിൽ പോറ്റാനല്ലേ? ആ ഒരു സൗകര്യം സംവിധാനം ചെറിയ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ട് അവരത് വസൂലാക്കിയിട്ട് മയക്ക് വസ്തുക്കളും മറ്റും വാങ്ങിയിട്ടത് കഴിച്ച് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അതിൻ്റെ ദുരന്തം എത്രയെന്നറിയോ സഹോദരങ്ങളെ? ചെറിയ കുട്ടികൾ പോലും, വലിയവരല്ല, ചെറിയ കുട്ടികൾ പോലും, വലിയവരെ കഥ പിന്നെ പറയാതൊക്കെ നല്ലത്. നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്ന് എത്ര പറഞ്ഞാലും നിയന്ത്രിക്കൂല. പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 10 രൂപ ഒരു സാധനം മേടിക്കാൻ 10 രൂപ വീട്ടിൽ നിന്ന് തന്നാൽ അതിന്റെ ബാക്കി 2.50 ഉണ്ടെങ്കിൽ ആ 2.50 കയ്യിൽ വെക്കാൻ തരുമോ? തരൂല. വാപ്പയും ഉമ്മയും വാങ്ങിയിരുന്നു. അവരാണ് ബുദ്ധിമാന്മാര്. 2.50 വാപ്പയും ഉമ്മയും വാങ്ങിയിരുന്നു. മിഠായി അല്ലേ, അത് വാപ്പ എടുക്കലും പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. 10 പൈസന്റെ മിഠായി, 10 പൈസക്ക് അന്നൊരു പേർക്കാർക്ക് മൊത്തമുള്ള മിഠായി കിട്ടും. ഇപ്പൊ ആ ബാക്കി കയ്യിൽ വരുന്നത് ബാക്കി ഒരു 50 രൂപയാണ് മിച്ചം ബാക്കി വരുന്നെങ്കിൽ ആ 50 രൂപ ചോദിക്കാതിരിക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ 50 രൂപ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആ കുട്ടി സ്വയം നിർവചിച്ച് നിയന്ത്രിച്ച് അവനിഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാണ്. അതാ അന്നൊന്നും തമ്മിലുള്ള മാറ്റം. നമ്മളെ കയ്യിൽ ഒരു 25 രൂപ വാപ്പ തന്നിരുന്നു എങ്കിൽ
ആ 25 രൂപക്ക് 22 രൂപക്ക് നമ്മളൊരു സാധനം മേടിച്ച് വീട്ടിലേക്ക് എത്തി, ബാക്കി എവിടെ നോക്കും? ആ 3 രൂപ എടുത്ത് കൊടുക്കും. ആ 3 രൂപയിൽ ഒരു 10 പൈസ പോലും ഒരു മിഠായി വാങ്ങാൻ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവൂല. ഇന്നുള്ള അവസ്ഥ ചിന്തിക്കുക. ഇന്നുള്ള അവസ്ഥ എന്താണ്? ഈ ബാക്കി വരുന്ന 50 രൂപ, 10 രൂപ, 20 രൂപ ഒക്കെ എങ്ങനെയാ പോകുന്നത്? എതിലൂടെ പോകുന്നത്? അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞാൽ നമുക്കത് സ്വീകാര്യമായും ചെയ്യും. നേരെ സമ്പത്ത് ഉപയോഗിക്കാൻ പക്വത എത്താത്തവരുടെ കയ്യിൽ ഉപയോഗ വസ്തുക്കളായി അത് കൊടുക്കുമ്പോ അവരെ കൂട്ടുകാരുടെയും മറ്റും വശങ്ങളിൽ നിന്ന് അവർ വശമാക്കി വെച്ചത്, അല്ലെങ്കിൽ അവർ രുചിച്ചത്, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഒരു പേരറിഞ്ഞത്, ഏതെങ്കിലും ഒന്നിലേക്ക് അവരെ മനസ്സ് പോയിട്ട് അവർ വാങ്ങിയാൽ, ദുഷിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കൽബ് ദുഷിക്കുമെന്ന് ഉറപ്പല്ലേ? വയറ് ദുഷിച്ചതുകൊണ്ട് കൽബ് ദുഷിച്ചു പോകും. തീറ്റിപ്പോറ്റി മകനെ നന്നാക്കി വളർത്തി പഠിപ്പിച്ച് 22 വയസ്സുകാരനായ മകൻ സ്വന്തം ഉമ്മാനെ വെട്ടി നിരത്തിയത്, ഈ അടുത്ത് മകൻ കാരണം പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിന്റെ ശിക്ഷയാണ് എന്നല്ലേ നിങ്ങൾ വായിച്ചില്ലേ? എന്താണ് ആ ഉമ്മ കുട്ടിയോട് ചെയ്ത തെറ്റ്? ആ ഉമ്മ എന്ത് തെറ്റാ ചെയ്തത്? ആ ഉമ്മ എന്താണ് ആ കുട്ടിയോട് ചെയ്ത തെറ്റെന്ന് ആലോചിച്ചു നോക്കൂ. ഒരേ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. എന്താണ് അവിടെ ഉണ്ടായത്? സാമ്പത്തിക നിയന്ത്രണം തീരെ സ്വീകരിച്ചില്ല. അതേ ആത്മീയമായ വശത്തിലേക്ക് ആ കുട്ടിയെ പ്രവേശിപ്പിച്ച് അതിലൂടെ തന്നെ മാത്രമായി വളർത്തിയെടുക്കാനും ശ്രദ്ധിച്ചെടുക്കാനും സൂക്ഷിച്ചെടുക്കാനും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പകരം ആളുകൾ, നാട്ടുകാരൊക്കെ പറയുന്നത് ഒരു ബാപ്പയും ഉമ്മയും ഉള്ള, ഒരു ബാപ്പയും ഉമ്മയും ഇല്ലാത്തൊരു കുറവ്, ബാപ്പയില്ലാത്തൊരു കുറവ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉമ്മ കാണിച്ചിട്ടില്ല. അത്രയും നല്ല ഹൈപ്പവറിലാണ് അവരെ വളർത്തിയത്. ബാപ്പയുള്ള കുറവ് അനുഭവപ്പെടുന്ന രീതിയിൽ തന്നെ വളർത്തേണ്ടിയിരുന്നു. അതിനൊരു പക്വതയിലും പാകതയിലും വളർത്തേണ്ടിയിരുന്നു. കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടിടത്ത് അനുഭവിക്കണമായിരുന്നു. കുറച്ചൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അതൊക്കെ ജീവിതത്തിൽ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്നു. മുഴുവനായും സുഖങ്ങളിൽ അങ്ങനെ കയറിയപ്പോ ആ സുഖങ്ങൾ അങ്ങനെ കൂടിക്കൂടി വന്നപ്പോ റേഞ്ച് വിട്ടുപോയപ്പോൾ പിന്നെ അവന് വാങ്ങുന്നതും അവൻ കടിക്കുന്നതും സദാസമയത്തും അവന്റെ കയ്യിൽ സൂക്ഷിക്കുന്ന പാക്കറ്റുകളും മയക്ക് വസ്തുക്കളായി മാറിപ്പോയി. മദ്യപാനത്തെക്കാളും ഡേഞ്ചറായിട്ട് ആണും പെണ്ണും ഉപയോഗിക്കുന്നത് ഇന്ന് അതാണ്. പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും ഉണ്ട്, ചെറുപ്പക്കാര് മാത്രമല്ല ചെറുപ്പക്കാരികളും ഉണ്ട്. ബത്തുനിനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ കൽബ് നന്നാകാൻ? ബത്തുന് നാറിപ്പോയാൽ കൽബും നാറിപ്പോകും. ഹറാമായതിന്റെ ഉപയോഗം, അതിലേക്കുള്ള താല്പര്യം അത് അധികരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കൽബിനെ ശ്രദ്ധിക്കാൻ കഴിയൂല. ഹറാമ് ഉപയോഗിച്ചതിലൂടെ എങ്ങനെയാണ് കൽബ് നന്നായി കിട്ടുക? ഹറാമിന്റെ ഏതെങ്കിലും ചെറിയ ഒരു വസ്തു ഉപയോഗിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് അത്രയും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ അതിൽ നിന്ന് പിന്തിരിയാൻ മഹാന്മാര് കാണിച്ചൊരു ജാഗ്രത എത്രമാത്രം വലിയ രൂപത്തിലാണ്! അതിനേക്കാൾ നല്ല രൂപത്തിൽ, അതിനേക്കാൾ ഉത്തമമായ രൂപത്തിൽ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടത്. ഒരിക്കലും അത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടത്തിലോ ഒരാളും ഇടവരാത്ത രൂപത്തിൽ നമ്മുടെ മക്കളെ നിയന്ത്രിക്കണം, കുടുംബത്തെ നിയന്ത്രിക്കണം. സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന രൂപഭാവത്തിൽ ശരിയായ ബോധം എത്തിയവരെ കയ്യിൽ മാത്രം പണം ചെലവഴിക്കാനും വിനിയോഗിക്കാനും കൊടുക്കണം. അല്ലാത്തവരെ കയ്യിൽ സ്വതന്ത്രമായി വിഹാരം നടത്താൻ അത് കൊടുത്തേക്കരുത്. അപകടം സൃഷ്ടിക്കും. എത്ര പൊന്നുമോനായാലും അപകടം സൃഷ്ടിക്കും. പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടോ വിരല് കടിച്ചിട്ടോ ദ്വേർക്കാൻ പറഞ്ഞിട്ടോ കാര്യമുണ്ടാകൂല. ശ്രദ്ധിക്കേണ്ട ഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഹറാമായ ഒരു സംഗതി വയറ്റിലേക്ക് എത്തുന്നത് മറ്റൊന്നുകൂടി കൂട്ടത്തിൽ ഞാൻ പറയട്ടെ. രക്ഷിതാക്കൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ പല കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ ഞാൻ കുറ്റം പറയില്ല കേട്ടോ, സ്കൂളുകളിൽ നിന്നൊക്കെ പലയിടങ്ങളിലേക്കായി പോകുന്ന ടൂറുകളുണ്ട്. ഒന്ന് സൂക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ടൂറുകൾ 2-3 ദിവസത്തെ ടൂറുകൾ
ആ ടൂറിന് കയ്യിൽ വെക്കാൻ വേണ്ടി ഒരു 400, കയ്യിൽ സൂക്ഷിക്കാനാണ് 400. അത്യാവശ്യങ്ങൾക്ക് കയ്യിൽ സൂക്ഷിക്കാൻ. ഭക്ഷണത്തിനൊക്കെ അതൊക്കെ നേരത്തെ അടച്ചിട്ടുണ്ട്. 2500 അത് ഭക്ഷണത്തിനും ചായക്കുള്ളതൊക്കെ അതിലുണ്ട്. പിന്നെ ഒരു 400 കയ്യിൽ വെക്കാൻ. ഈ കയ്യിൽ വെക്കാൻ കൊടുത്ത 400 കൊണ്ട് കാര്യമായിട്ട് വാരിക്കൂട്ടുന്ന ഒന്ന് ഏതാ വാരിക്കൂട്ട? അവന്റെ ക്ലാസ്മേറ്റ് ആയ സുഹൃത്ത് എന്താ വാരിയത്, എന്താ വാങ്ങിയത്? ഒന്നുമല്ല വാങ്ങിയത്. ഒരു കടയിൽ കയറിയിട്ട് ഒരു പാക്കറ്റ് വാങ്ങി. ഒരു പാക്കറ്റ് വാങ്ങിയപ്പോ ഇത് എന്ത് ടേസ്റ്റാന്നറിയോ? ഒന്ന് എടുത്തൊരു അല്പം ഒന്ന് നാവിൽ വെച്ചു. അപ്പൊ മറ്റേ ആളും ജീവിതത്തിൽ ഇതുവരെ രുചിക്കാത്ത ഒരുത്തനും നാവിലൊന്ന് വെച്ചപ്പോ അവൻ ആദ്യം ഇങ്ങനെ ചെറിയൊരു മയക്കങ്ങനെ തോന്നി. പിന്നെ ഒന്നുകൂടി ഒന്നിങ്ങനെ നാവിലിങ്ങനെ കൊട്ടിയപ്പോ ഒരു ടേസ്റ്റ് തോന്നി. പിന്നെ മറ്റേ ആൾക്ക് വാങ്ങിക്കൊടുക്കുന്നതും കൂടി ഇയാളായി മാറി. അതുകൊണ്ട് കിട്ടിയ നേട്ടതാണ്. കയ്യിൽ വെക്കാൻ കൊടുത്തൊരു 400, 200 കൊണ്ട് ആ 3 ദിവസം കൊണ്ട് നേടിയെടുത്തത് ഇത്തരത്തിൽ 1, 2 പാക്കറ്റുകൾ വാങ്ങാനാണ്. പിന്നെ എവിടെ 10, 15, 20 രൂപ കിട്ടുന്നോ അതിങ്ങനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കുകയാണ്. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി സൂക്ഷിക്കാൻ, എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ ഉപ്പമാര് ശരിക്കും ശ്രദ്ധിക്കണം. അതും നമ്മുടെ വക്കൽ വന്ന റിപ്പോർട്ടുകൾപ്പെട്ട റിപ്പോർട്ടാണ്. നമ്മൾ കരുതലോടെ ശ്രദ്ധിക്കണം. എൻ്റെ മോൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലേന്നു ഉസ്താദെ, എൻ്റെ മോൻ അങ്ങനത്തെ ഒരു കുഴപ്പമില്ലേന്നു. ഓ നന്നായി സുബഹി നിസ്കാരം കഴിഞ്ഞ് നല്ല രൂപത്തിൽ ജമാഅത്തിനൊക്കെ പള്ളിയിൽ വന്ന് എൻ്റെ കൂടെ തന്നെ ജമാഅത്തിന് വരുന്ന നല്ലോണം പഠിക്കുന്ന നല്ല കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോ അവന്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു. പറഞ്ഞാലൊന്നും കേൾക്കണില്ല, ഒന്നും ഉൾക്കൊള്ളുന്നില്ല. എന്താന്ന് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവന്റെ ഉമ്മ അവന്റെ വസ്ത്രം അലക്കുന്ന സമയത്ത് പാൻറിന്റെ കീശയിൽ നിന്ന് 1-2 പാക്കറ്റുകൾ എനിക്ക് എടുത്തു തന്നു. ഉപയോഗിച്ച് കഴിഞ്ഞ പാക്കറ്റാണ്. എനിക്കറിയില്ല എന്താ പാക്കറ്റ് എന്ന്. ആ രക്ഷിതാവ് പറയാണ്, പാക്കറ്റ് കൊണ്ടുപോയി പീഡിക്കാരനോട് കാണിച്ചിട്ട് പീഡിക്കാരൻ പറഞ്ഞു, ഇതോ 1-ാം നമ്പർ മയക്കുമരുന്നിന്റെ പൊടി അതിലുണ്ടാകലെന്ന് പറഞ്ഞു. കുട്ടിക്ക് എങ്ങനെ ഈ പൊടി കിട്ടാനുള്ള ചാൻസ് എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോ കയ്യിൽ വെക്കാൻ കൊടുത്ത 250 അതിനാണ് എടുത്തത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എൻ്റെ മോനാണ്, ഞാൻ മുസാഫിനെ നടക്കണ്ടെന്നൊന്നും കാര്യം നടക്കാവൂല. നേരേൽക്ക് സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. പള്ള കേടായിപ്പോയോ ഖൽബ് നന്നാകൂല. ഹറാം ഉപയോഗിച്ചാൽ ഖൽബ് നന്നാകൂല. ബത്തിനെ സൂക്ഷിക്കണം. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു അവയവമാണത്. ലാസ്റ്റ് ഒറ്റ കാര്യം കൂടി പറയട്ടെ. അമ്മൽ ഫർജു, ഗുഹ്യസ്ഥാനവും നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഖൽബ് നന്നാകാൻ പ്രധാനപ്പെട്ട ഒരു അവയവം കൂടിയാണത്. സ്വകാര്യതയ്ക്ക് നല്ല പരിശുദ്ധി ഉണ്ടായാൽ ഖൽബിന് നല്ല സന്തോഷമാണ്. സ്വകാര്യ അവയവം കേടുവരാത്ത രൂപത്തിൽ നല്ല രൂപത്തിലേക്ക് അള്ളാഹു ഹലാലായതിലേക്ക് അതിനെ ചെലവഴിക്കാനും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിച്ച് അല്ലാഹ് ഹറാമായതിൽ നിന്ന് മുഴുവനും തടഞ്ഞു നിർത്തണം. 2 കൈകളെയും 2 കാലുകളെയും അതേ രൂപത്തിൽ തന്നെ സൂക്ഷിക്കണം. അങ്ങനെ മൊത്തം അവയവങ്ങളെ അതേ എല്ലാ ഹറാമുകളിൽ നിന്നും പരിരക്ഷിച്ച് അല്ലാഹ് ഹലാലാക്കി പഠിപ്പിച്ച മാർഗത്തിലേക്ക് മാത്രം ഉപയോഗിക്കണം. എന്നിട്ട് സഹോദരങ്ങളെ ഖൽബിനെ നന്നാക്കി എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന തരത്തിൽ നല്ല ഖൽബ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഖൽബിന് നല്ല സ്ഥാനമുണ്ട്. യഥാർത്ഥ ഖൽബിന് നല്ല ബഹുമാനമുണ്ട്. കേടുവരാത്ത ഖൽബാണോ ഒരാൾക്കുള്ളത്, അതുകൊണ്ട് ചെയ്യുന്ന അമല് കുറച്ചാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയാണ്. പടച്ച റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത ഇതിന് കൂടുതലാണ്. ഖൽബ് കേടുവന്ന രൂപത്തിലാണോ അതിന് സ്വീകാര്യത കുറയും. നല്ല ഖൽബാക്കി നമ്മുടെ ഖൽബുകളെ പരിവർത്തിപ്പിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് സമയവും സന്ദർഭവും ഒക്കെ അതിന് ഒത്തതാണ്. വിശുദ്ധ ശഅബാനും റമദാനും ഒക്കെ അതിന് പറ്റിയ സന്ദർഭങ്ങളാണ്. അല്ലാഹു നമ്മുടെ ഖൽബുകളെ നന്നാക്കി തരട്ടെ. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ, അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ നല്ല വിഷയങ്ങൾ ചിന്തിക്കാനും രൂപപ്പെടുത്താനും പറ്റുന്ന ഖൽബാക്കി അല്ലാഹു നമ്മുടെ ഖൽബുകളെ മാറ്റിത്തരട്ടെ. കേടുവരാത്ത രൂപത്തിൽ ഖൽബിനെ സൂക്ഷിക്കാൻ നല്ല ഇൽമു നൽകി അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഓത്തില്ലേ, ഖദ് അഫ്ലഹ മൻ തസക്കാ.
കൽബിന്റെ തസ്കിയത്ത് സ്വീകരിച്ചവൻ വിജയിച്ചു. കൽബിന് പരിശുദ്ധി സ്വീകരിച്ചവൻ വിജയിച്ചു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തക്ബീർ ചൊല്ലി ഫസല്ലാ, നിസ്കാരം നിർവഹിക്കുകയും ചെയ്ത മനുഷ്യൻ. തക്ബീറും നിസ്കാരവും കൽബിന്റെ പരിശുദ്ധിയുടെ ഒരു അടയാളമാണ്. നിസ്കാരങ്ങൾ നിലനിർത്തിയിട്ട് കൽബിന്റെ പരിശുദ്ധി കൂടുതലാക്കി എടുത്തിട്ട് നല്ല തസ്കിയത്തുൽ ഖൽബ് ഉള്ളവരായി നല്ല നിലക്ക് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് പറ്റുന്ന തരത്തിൽ അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ.